നന്ദി ധനേഷ് ഡോക്ടറെ. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1479 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് IFPHന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ ഡോക്ടർ ഷാജി വർഗീസ് കുടിയാർ സാറാണ്. ഹോമിയോപ്പതിയുടെ ആഗോളതലത്തിലുള്ള ഉന്നമനത്തിന് വേണ്ടി വളരെയധികം ത്യാഗം സഹിക്കുന്ന ഡോക്ടറാണ്. ഡോക്ടർക്ക് 31 വർഷത്തെ ചികിത്സാ പരിചയമാണുള്ളത്. ഇന്ന് നമ്മോടൊപ്പം ആരോഗ്യമുള്ള തലമുറയ്ക്ക് മാതൃത്വത്തിന്റെ പ്രാധാന്യം എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിന് ഷാജി വർഗീസ് കുടിയാർ ഡോക്ടറെ സ്നേഹപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. Thank you. Please make me a co-host. ധനേഷ് ഡോക്ടറെ ഷാജി ഡോക്ടറെ co-host ആക്കിയിട്ടില്ല. Okay. So because I changed my entry from mobile to laptop, that's why maybe I was made, but ഞാനിപ്പോൾ മാറി കഴിഞ്ഞപ്പോൾ അത് മാറിയതാണ്. ധനേഷ് ഡോക്ടർ എന്നെ ഒന്ന് co-host ആക്കും. അപ്പോൾ ഇന്ന് നമ്മൾ കാലിക പ്രസക്തിയുള്ള സമൂഹത്തിൽ ആഗോളതലത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടതും പഠനവിധേയമാക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ പുതിയ തലമുറ പല വിധത്തിൽ നാശോന്മുഖമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പല കാരണങ്ങളുണ്ട്. എന്തുകൊണ്ട് സംഭവിക്കുന്നു, എങ്ങനെ സംഭവിക്കുന്നു, എങ്ങനെ നമ്മുടെ യുവതലമുറയെ പുതിയ തലമുറയെ നമുക്ക് ആരോഗ്യമുള്ള ഒരു തലത്തിലോട്ട് മാറ്റിയെടുക്കാം എന്നുള്ളത് നമ്മുടെ എല്ലാം ചിന്താവിഷയവും ചർച്ചാ വിഷയവുമാണ്. അതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില കാഴ്ചപ്പാടുകൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതിനാണ് ഞാൻ ശ്രമിക്കുന്നത്. വളരെ ശ്രദ്ധയോടെ എന്നെ ശ്രവിക്കണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ആരോഗ്യമുള്ള ഒരു പുതിയ തലമുറയ്ക്ക് മാതൃത്വത്തിൻ്റെ പ്രാധാന്യം എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരു മാതാവിന് എങ്ങനെയാണ് പുതിയ തലമുറയുടെ ആരോഗ്യത്തിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുക? ഒരു സ്ത്രീത്വത്തിൻ്റെ പ്രാധാന്യം എന്താണ്? ഇന്ന് സ്ത്രീകള് പലപ്പോഴും പ്രസവധാരണം അല്ലെങ്കിൽ ഗർഭധാരണം, പ്രത്യുൽപാദനം എന്നൊന്നും പറയുന്നത് ഞങ്ങളുടെ പണിയല്ല എന്ന് വരെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ നടന്നു നീങ്ങുന്നത്. ചിലരൊക്കെ പ്രസംഗിക്കുന്നത് വരെ കേട്ടിട്ടുണ്ട്, സ്ത്രീ പേറിയന്ത്രമല്ല എന്നുവരെ പ്രസംഗിക്കുന്ന ഒരു കാലഘട്ടത്തില് ആണ്. അപ്പോ എന്താണ് സ്ത്രീത്വത്തിൻ്റെ മഹാത്മ്യം? എന്താണ് സ്ത്രീയുടെ ജീവിതം കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ബയോളജിക്കൽ ഫങ്ഷൻ എന്താണ്? അങ്ങനെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ശാസ്ത്രീയമായിട്ട് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നിങ്ങളോട് വിശദീകരിക്കുന്നതിനാണ്. അപ്പം ഞാൻ വർഷങ്ങളായിട്ട് ക്യാൻസർ എന്ന വിഷയത്തിൽ എൻ്റെ ജീവിതകാലത്ത് ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ എൻ്റെ ജീവിതം ലോകത്തിന് ഒരു പ്രയോജനപ്രദമായ ജീവിതമാക്കി മാറ്റണമെന്ന് ആഗ്രഹിക്കുകയും അത് എങ്ങനെയായിരിക്കണമെന്നുള്ള ചിന്തയിൽ ക്യാൻസറിനെ കുറിച്ച് അറിയുകയും ക്യാൻസർ ലോകത്ത് വളരെ ഭീകര രോഗമായിരിക്കുന്നുവെന്നും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, അമേരിക്കൻ പ്രസിഡന്റ് ഉൾപ്പെടെ ഉള്ളവർ ക്യാൻസറിനെതിരെ യുക്തപ്രഖ്യാപനം നടത്തി
അത് വിജയത്തിൽ എത്താണ്ട് നിൽക്കുകയാണെന്നൊക്കെയുള്ള ചിന്തകളും വാർത്തകളൊക്കെ എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും അങ്ങനെ എൻ്റെ ജീവിതകാലത്ത് ഈ മഹാരോഗത്തിന് എന്തെങ്കിലും ഒരു പ്രതിവിധി എൻ്റെ ജീവിതം കൊണ്ട് ലോകത്തിന് സമ്മാനിക്കാൻ സാധിച്ചാൽ അത് എൻ്റെ ജീവിതകാലത്ത് ഈ ലോകത്ത് മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് ചെലവഴിക്കാൻ, എനിക്ക് ഉപയോഗപ്രദമാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമായിരിക്കും എന്നുള്ള ചിന്തയിലൂടെയാണ് എൻ്റെ ഹൈസ്കൂൾ ജീവിതം കടന്നു പോകുന്നത്. അന്നു മുതലാണ് ഞാൻ സത്യം പറഞ്ഞാൽ പഠിക്കാൻ ആഗ്രഹത്തോടെ പഠിക്കാൻ ആരംഭിച്ചത്. അതുവരെ സ്കൂളിലൊക്കെ വെറും ഒരു സാധാ വിദ്യാർത്ഥിയായിരുന്ന ഞാൻ, എനിക്ക് ജീവിതത്തിൽ ഒരു ഉൾക്കാഴ്ചയും ഒരു ലക്ഷ്യമൊക്കെ വന്ന് അന്ന് മുതലാണ് ഞാൻ ഹൈസ്കൂൾ ഫൈനൽ ഇയർ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ ജീവിതം കൊണ്ട് എന്തെങ്കിലുമൊക്കെ സമൂഹത്തിന് സമ്മാനിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ പഠിക്കാൻ ആഗ്രഹിച്ചത്. അങ്ങനെ ഞാൻ നല്ല മാർക്കോടെയൊക്കെ സ്കൂളിൽ പാസ്സാകാൻ പറ്റി. എനിക്ക് നല്ല കോളേജിൽ പ്രീ ഡിഗ്രിക്കൊക്കെ അഡ്മിഷൻ കിട്ടാൻ അത് സഹായിച്ചു. എൻ്റെ കുടുംബത്തിലൊക്കെ എല്ലാവർക്കും വലിയ സന്തോഷമായി. അങ്ങനെ ഞാൻ പഠിത്തം ആരംഭിച്ചു. അങ്ങനെയാണ് ഈ ഒരു ഹോമിയോപ്പതി ഡോക്ടർ ആകുന്നതിനും പക്ഷെ പ്രീ ഡിഗ്രി ഒക്കെ എൻ്റെ ജീവിതത്തിൽ വളരെ ദുഃഖപൂർണമായ അല്ലെങ്കിൽ വളരെ ഒത്തിരി അനുഭവ സമ്പന്നത എനിക്ക് പിൽക്കാലത്ത് നൽകിയ വിഷമസന്ധികളിലൂടെ കടന്നുപോയ സമയമായിരുന്നു. റാഗിങ്ങും വീട്ടിൽ നിന്ന് പഠിക്കാൻ പോയി തിരിച്ചു വന്ന് സാധാരണക്കാരനായിരുന്ന ഞാൻ ഒരു വ്യക്തിയായിരുന്ന എന്നെ ഒത്തിരി അനുഭവങ്ങളിലൂടെ കടത്തിവിട്ട പ്രയാസങ്ങൾ അനുഭവിച്ച ഒരു മാനസികാവസ്ഥയായിരുന്നു എൻ്റെ പ്രീ ഡിഗ്രി ലൈഫൊക്കെ. അപ്പോൾ എനിക്ക് എൻ്റെ സഹപാഠികളോടൊപ്പം അതേക്കുറിച്ച് പഠിക്കുന്നതിനോ മെഡിസിൻ അഡ്മിഷൻ എടുക്കുന്നതിനോ ഒന്നും സാധിച്ചില്ല. അത് കഴിഞ്ഞ് പിന്നെ BSc കെമിസ്ട്രി പഠിച്ച് അതും കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ഈ ചിന്തകൾ എന്നിലോട്ട് വരികയും അങ്ങനെ എൻട്രൻസ് പഠിക്കാനിരുന്ന് വളരെ നല്ല മാർക്കോടെ എനിക്ക് ഹോമിയോപ്പതിക്ക് അഡ്മിഷൻ കിട്ടുകയും അവിടെ ചെന്നപ്പോഴാണ് ഇതാണ് എൻ്റെ ഫിലോസഫി ഓഫ് തിങ്കിങ്ങിന് അനുയോജ്യമായ ഒരു ചികിത്സാ ശാസ്ത്രം എനിക്ക് ദൈവത്തിൻ്റെ കൃപയാൽ തുറന്നു തന്നതെന്ന ഒരു ബോധ്യത്തോടെ ഞാൻ പഠനം വീണ്ടും ആരംഭിക്കുകയും അന്നൊക്കെ എനിക്ക് ഈ ഒരു ലക്ഷ്യം മുന്നിൽ നിർത്തിയാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം എൻ്റെ ഗ്രാജുവേഷൻ ഹോമിയോപ്പതി മെഡിസിനിൽ കഴിഞ്ഞപ്പോഴാണ് പൂർണ്ണമായി ഇതിലോട്ട് കടന്നത്. അങ്ങനെ വർഷങ്ങളെടുത്ത നിരന്തരമായ പഠനങ്ങളിലൂടെയാണ് ഈ ക്യാൻസറിനെ കുറിച്ചുള്ള എൻ്റെ പഠനങ്ങൾ മുന്നോട്ട് പോയത്. ആ പഠനത്തിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ടും കൂടിയാണ് ഞാൻ ഇന്ന് ഈ പ്രസന്റേഷൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. നിങ്ങൾക്കെല്ലാം പരിചയപ്പെടുത്തിയ പോലെ എൻ്റെ പേര് ഡോക്ടർ ഷാജി വർഗീസ് കുടിയാറ്റ്. ഞാൻ എൻ്റെ വെബ്സൈറ്റ് drcancer.org എന്നാണ്. അപ്പൊ ഇന്ന് ഈ പ്രസന്റേഷന്റെ പ്രധാനപ്പെട്ട നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ ഈ ഡൈനാമിക് സയൻസ് എന്ന് പറഞ്ഞ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പുതിയ ശാസ്ത്ര വീക്ഷണം, മനസ്സ് ജീവശക്തിയും ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ജനിതക ഘടകങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന DNA-യുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, അങ്ങനെ മനസ്സും ആത്മാവും ശരീരവും എങ്ങനെ യോജിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു ശാസ്ത്ര വീക്ഷണമാണ് എൻ്റെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷനായിട്ട് എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ അവതരണം, അതോടൊപ്പം തന്നെ മനസ്സ് ജീവശക്തി DNA-യുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള ബോധ്യപ്പെടുത്തൽ, അതോടൊപ്പം തന്നെ സ്ത്രീത്വം എന്താണ്, വാട്ട് ഈസ് ഫെമിനിറ്റി, കോൺസിക്വൻസസ് ഓഫ് കറപ്റ്റിംഗ് ദ ഫീമെയിൽ മൈൻഡ്. ഇന്ന് ലോകത്ത് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചതി മനുഷ്യരുടെ മനസ്സിനെ കറപ്റ്റഡ് ആക്കുകയാണ്. മനുഷ്യരുടെ മനസ്സിനെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ മനസ്സിനെ കറപ്റ്റ് ചെയ്യുകയാണ്. കറപ്റ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികതയിൽ നിന്ന് മാറ്റി അസ്വാഭാവികതയിലോട്ട്, നാച്ചുറാലിറ്റി വിട്ട് അൺനാച്ചുറാലിറ്റിയിലോട്ട് മാറ്റി മനുഷ്യരെ മൊത്തത്തിൽ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലോട്ട് മാറ്റുകയാണ്. കാരണം നമ്മുടെ മനസ്സിലെ ചിന്തകളാണ്
എൻ്റെ ഈ ഡൈനാമിക് സയൻസ് വഴിയുള്ള ബോധ്യപ്പെടലിൽ നമ്മുടെ DNA നിയന്ത്രിക്കുന്ന പ്രധാന ഘടകം. അതെങ്ങനെയാണെന്നാണ് ഞാനിപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ബോധ്യപ്പെടൽ എനിക്ക് കറപ്ഷൻ ഓഫ് മൈൻഡ് വളരെ പ്രധാനമായിട്ട് മനസ്സിലാകും. ആ മനസ്സിലാകുന്നത് നമുക്കെല്ലാം ബോധ്യപ്പെടാനും സാധിക്കും. ആ ബോധ്യപ്പെടൽ നിങ്ങളിലെല്ലാം വരുത്തുക എന്നുള്ളതാണ് എൻ്റെ ഈ പ്രസൻറ്റേഷനിലൂടെ ഞാൻ ലക്ഷ്യമിടുന്നത്. അപ്പോൾ അത് ഇന്ന് ലോകത്ത് മനുഷ്യരാശിയുടെ അധപ്പതനത്തിന്, അനാരോഗ്യത്തിന് ഒത്തിരി നിമിത്തമായി മാറുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവിലോട്ടാണ് ലോകത്തെ നയിക്കേണ്ടത്. ആ തിരിച്ചറിവിന് നമ്മളെ ശാസ്ത്രീയമായി ബോധ്യപ്പെടുത്തുന്നതിനും ആ തിരിച്ചറിവിൽ നമ്മൾ ഇതിന് പരിഹാരം കണ്ടെത്തുന്നതിനും ഇതിനെ ബദൽ മാർഗങ്ങൾ നമ്മൾ സ്വയം കണ്ടെത്തി ആ ചതിക്കുഴികളിൽ നമ്മൾ വീഴാതെ നമ്മളും നമ്മുടെ സമൂഹത്തിലെ ഓരോ വ്യക്തിയെയും ബോധ്യപ്പെടുത്തി അവരെ തിരിച്ചെത്തിച്ച് ഈ ചതിയന്മാർ ഈ ലോകത്ത് ഈ കറപ്ഷൻ നടത്തുന്നവരുടെ ആവശ്യങ്ങളും അവരുടെ ലോകത്തിൻ്റെ നിയന്ത്രണം നടത്താൻ മനുഷ്യരെ ഇല്ലായ്മ ചെയ്യാനൊക്കെ നടത്തുന്ന ആ ശ്രമങ്ങളെ തിരിച്ചറിയാനൊക്കെ ഇത് ഉപകരിക്കട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ്. അതുപോലെ തന്നെ സിഗ്നിഫിക്കൻസ് ഓഫ് നാച്ചുറലി പോസിറ്റീവ് ഹെൽത്തി മൈൻഡ് ഇൻ ഹെൽത്തി എക്സിസ്റ്റൻസ്. അതായത് നമ്മുടെ പ്രകൃതിദത്തമായിട്ടുള്ള നമുക്കിവിടെ ചിന്താഗതികളുണ്ട്. നമ്മുടെ ബയോളജിക്കൽ നാച്ചുറലി പോസിറ്റീവായിട്ടുള്ള നമ്മുടെ ഒരു ഒരു മാനസികാവസ്ഥയുണ്ട്. അത് സ്ത്രീക്കും പുരുഷനും ഒക്കെ, സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യസ്തതകളുണ്ട്. ആ വ്യത്യസ്തതകളൊക്കെ അനുസരിച്ച് മാനസിക വൈകാരിക തലങ്ങളിലൊക്കെ ചെറിയ വ്യതിയാനങ്ങളുണ്ട്. അതൊക്കെ തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് നാച്ചുറലായിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു കൺക്ലൂഷനാണ് അതിലോട്ട് എന്നെ നയിച്ച ശാസ്ത്ര വീക്ഷണങ്ങളും എങ്ങനെയാണ് മനസ്സ് ശരീരത്തെ സ്വാധീനിക്കുന്നതെല്ലാമാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ റെലവൻസ് ഓഫ് നാച്ചുറലി ഹെൽത്തി മൈൻഡ് ഓഫ് ദ മദർ ഫോർ ഹെൽത്തി ന്യൂ ജനറേഷൻ. അതാണ് അവസാനം നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്ന പ്രധാന പോയിന്റ്. പിന്നെ ഇതിൻ്റെ സെക്കൻഡറി ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് why and how diseases of female specific organs are developed and are common now. ഇപ്പോൾ ഈ ബ്രസ്റ്റ്, യൂട്രസ്, ഓവറീസ് തുടങ്ങിയ ഓർഗൻസിൽ എന്തുകൊണ്ട് ഇന്ന് രോഗങ്ങൾ കൂടുതൽ വരുന്നു? ഞാനൊക്കെ ചെറുതായിരുന്നപ്പോൾ, അല്ലെങ്കിൽ ഇന്ന് എന്നെ ശ്രമിക്കുന്ന പലരും, ഇപ്പോൾ ഇവിടെ പങ്കെടുക്കുന്ന പലരും കുട്ടികളായിരുന്നപ്പോൾ നമ്മളൊന്നും നമ്മുടെ നാട്ടിൽ സ്ത്രീകളിൽ ബ്രസ്റ്റിലോ യൂട്രസിലോ ഓവറീസിലോ ഒന്നും ക്യാൻസർ വരുന്നതോ അല്ലെങ്കിൽ ഇതുമാതിരിയുള്ള ഒരു സ്ഥിതിവിശേഷം അങ്ങനെ കോമൺ ആയിരുന്നില്ല. എൻ്റെ ഓർമ്മയിലൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ഞാൻ ഫിലിപ്പീൻസിൽ നിന്നാണ് ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുന്നത്. ഫിലിപ്പീൻ ക്യാൻസർ സൊസൈറ്റിയുടെ കൺസൾട്ടന്റ് ആയിട്ട് ഞാനിവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നെ കൺസൾട്ടന്റ് ആക്കിയ ഒരു ഡോക്ടറുണ്ട്. ആ ഡോക്ടർ ഇവിടുത്തെ ഫസ്റ്റ് ഫീമെയിൽ മെഡിക്കൽ ഡോക്ടറായിരുന്നു. ഡോക്ടർ മീത ദി പാർദുതി തവേര എന്ന് പറയും. അപ്പോൾ ഇവിടുത്തെ വളരെ പ്രശസ്തമായ ഒരു ഫാമിലിയിലെ ഒരു ഡോക്ടറാണ്. നമ്മുടെ നാട്ടിലൊക്കെയുള്ള, നമ്മുടെ ഇന്ത്യയിലുള്ള നെഹ്റു ഫാമിലി എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഫാമിലിയിലെ, ഫിലിപ്പീൻസിൽ അതിന് സമാനമായിട്ടുള്ള അറിയപ്പെടുന്ന ഒരു ഫാമിലിയിലെ ഏക മകളായിരുന്ന ആ കുട്ടിയാണ് ഇവിടെ. അന്നൊന്നും സ്ത്രീകളൊന്നും മെഡിസിന് പോയില്ലായിരുന്നു. ആദ്യമായിട്ട് മെഡിസിന് പഠിക്കാൻ ചെന്നത് പുള്ളിക്കാരത്തിയൊക്കെ മെഡിസിന് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴൊന്നും ഫിലിപ്പീൻസിൽ ക്യാൻസർ രോഗികൾ ഹോസ്പിറ്റലിൽ പോലും ഇല്ലായിരുന്നു. പാസ്ത്രി മരിച്ചുപോയി. 90 വയസ്സ് കഴിഞ്ഞാണ് മരിച്ചത്. വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. ഞാനിവിടെ വന്നതിന് ശേഷം ഒക്കെ വളരെ അടുപ്പത്തിലും പരിചയത്തിലും എൻ്റെ വളരെ ഒരു മെന്ററും എനിക്കുള്ള ആപത്ഘട്ടത്തിലൊക്കെ എനിക്ക് ഒത്തിരി സഹായവർത്തിയായിരുന്ന ഒരു ഡോക്ടറാണ് ഡോക്ടർ മീത പാർദുത്തവേർ. അദ്ദേഹവുമായിട്ട് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന വീഡിയോ ഒക്കെ എൻ്റെ വെബ്സൈറ്റിലുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അപ്പോൾ ആ ഡോക്ടർ പറയത്, ആ ഡോക്ടറൊക്കെ മെഡിസിൻ പഠിക്കുമ്പോൾ ഒരു ഒറ്റ ക്യാൻസർ പേഷ്യൻ്റെ പോലും ആ മെഡിക്കൽ പഠനകാലത്ത് കണ്ടിട്ടേ ഇല്ല. ഇന്നിപ്പോൾ ഫിലിപ്പീൻ ജനറൽ ഹോസ്പിറ്റലിലോട്ട് മനിലയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം 100-150 ക്യാൻസർ രോഗികളെ, പുതിയ രോഗികളെ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ആയി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ അടുത്ത കാലം വരെ ക്യാൻസർ വിരളമായിരുന്നു. ഇപ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകളിലെ ക്യാൻസറൊക്കെ വളരെ കൂടി വരുന്നുണ്ട്. ഇത് എന്തുകൊണ്ടാണെന്നൊക്കെ നമ്മൾ തിരിച്ചറിയുമ്പോൾ ഇതിനെല്ലാം സമാനതകളുണ്ട്, അതിന് കാരണങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് പറഞ്ഞാൽ എളുപ്പത്തിൽ മനസ്സിലാവുന്നതാണ്. അതുപോലെ തന്നെ കുട്ടികളിലുണ്ടാകുന്ന ജന്മവൈകല്യങ്ങൾ, ഓട്ടിസം, അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡർ ഡെവലപ്മെന്റ്,
അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെല്ലാം ലോകം മൊത്തം നമ്മുടെയൊക്കെ എന്താണ് പുരാണ കാലം മുതൽ എല്ലാ മൃഗങ്ങളും മനുഷ്യരുൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങളും പ്രസവിക്കുന്ന ഫീമെയിൽസ് നാച്ചുറലായിട്ട് പ്രസവിച്ചുകൊണ്ടിരുന്നതാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ ഉൾപ്പെടെ സ്ത്രീകൾക്ക് ഹൈടെക് ഹോസ്പിറ്റലിൽ പോലും പ്രസവിക്കാൻ പറ്റുന്നില്ല. പലപ്പോഴും പ്രസവം ഗർഭധാരണം പ്രസവം എന്നൊക്കെ പറയുന്നത് ജീവൻ അപകടത്തിലാക്കുന്ന വലിയ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട്. ഗർഭധാരണം സ്ത്രീകൾക്ക് പേടി വർദ്ധിപ്പിക്കുന്നു. ഗർഭധാരണത്തിലൂടെ അപകടങ്ങളും ഭയങ്കരമായ ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിക്കുന്നു. എന്തുകൊണ്ട് ഇതെല്ലാം വരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട. അതുപോലെ തന്നെ എക്ടോപിക് പ്രഗ്നൻസി, ഇതൊക്കെ അടുത്ത കാലത്തായിട്ട് വന്നു തുടങ്ങിയതാണ്. അതുപോലെ തന്നെ ഞാൻ ഒന്ന് സൂചിപ്പിച്ചതുപോലെ ട്രാൻസ്ജെൻഡേഴ്സ്, LGBTQIA+ എന്നും പറഞ്ഞ് അവരിങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അബ്നോർമലായിട്ടുള്ള മാനസികാവസ്ഥയും ലൈംഗിക കാഴ്ചപ്പാടുകളും ഒക്കെ ഉള്ളവരുടെ എണ്ണം, അത് പലതരത്തിലുള്ളവരുടെ എണ്ണം കൂടി വരികയാണ്. അത് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? പണ്ട് കാലത്ത് ഇല്ലാതിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തുകൊണ്ട് ഇപ്പം ഇത് സംഭവിക്കുന്നു? ഈ തിരിച്ചറിവ് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. നാശത്തിലോട്ട് മൂക്കുകുത്തി വീഴുന്ന ഇന്നത്തെ സമൂഹത്തെ ആ തിരിച്ചറിവ് നമുക്ക് വലിയൊരു ഒരു ഒരു എന്താണ് അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി അതിനെ ഇല്ലായ്മ ചെയ്ത് സമൂഹത്തെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രയാണത്തിൽ ഒത്തിരി സഹായിക്കും. അത് എത്രയും നമുക്ക് പെട്ടെന്ന് നമ്മുടെ സമൂഹത്തിൽ ആവശ്യമാണ്. കാരണം ഇതൊക്കെ നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, ആരാണ്ട് അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ നല്ല രസമാണെന്ന്. ഇതുമാതിരിയുള്ളവരൊക്കെ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ മക്കളും നമ്മുടെ ഏറ്റവും അടുത്തുള്ളവരിലൊക്കെ സംഭവിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നത്. എനിക്കറിയാവുന്ന ഇവിടെ ഫിലിപ്പീൻസിൽ തന്നെ, ഞാൻ ഫിലിപ്പീൻസിലോട്ട് 1995 വരുമ്പോൾ ഞാൻ എൻ്റെ അവിടെ ക്ലിനിക്കിൽ രോഗികളായിട്ട് വരുന്ന ഗൾഫിലൊക്കെ പ്രാക്ടീസ് ചെയ്തിരുന്നവർ എന്നോട് പറഞ്ഞിരുന്നു, ഫിലിപ്പീൻസിൽ ഇങ്ങനെ ട്രാൻസ്ജെൻഡേഴ്സ് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്കന്നത് മനസ്സിലാക്കാൻ പോലും സാധിച്ചിരുന്നില്ല. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത് ലെസ്ബിയൻ, ഗെയ്സ് എന്താണെന്നൊക്കെ മനസ്സിലാകുന്നത്. വെരി കോമൺ ആണ്, വളരെ കോമൺ ആയിട്ട് വന്നിട്ടുണ്ട്. അതിനൊക്കെ കാരണങ്ങളുണ്ട്. അതിലോട്ടാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിലും കോമൺ ആയി തുടങ്ങി. അത് എന്തുകൊണ്ട് പണ്ടില്ലാതിരുന്നത് ഇന്ന് വന്നു? ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലോട്ട് ഞാൻ നിങ്ങളെ കൊണ്ടുവരണം. അതിനു മുമ്പായിട്ട് ആദ്യമായിട്ട് ഞാൻ അവതരിപ്പിക്കുന്നത് ഈ ഡൈനാമിക് സയൻസ് എന്നുള്ള ആ ഒരു ശാസ്ത്ര വീക്ഷണത്തിൻ്റെ ഉത്ഭവമാണ്. അതാണ് ഇതിലോട്ടെല്ലാം നയിച്ചത്. അപ്പോൾ ആ ഒരു മനസ്സ്, ജീവശക്തി, DNA ഇത് തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്, ആ ബന്ധപ്പെടൽ മനസ്സിലാക്കിയാൽ മാത്രമേ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാകുകയുള്ളൂ. ആ ബന്ധപ്പെടൽ എങ്ങനെയാണെന്നുള്ള തിരിച്ചറിയില്ലാതെയുള്ള മെഡിക്കൽ ശാസ്ത്രമാണ് ഇന്ന് ലോകത്തെ നയിക്കുന്നത്. വെറും കേവലം ഭൗതിക തലത്തിൽ മാത്രം റിസർച്ചുകൾ നടത്തുന്ന, ഭൗതിക തലത്തിൽ മാത്രം പഠനങ്ങൾ നടത്തുന്ന ഒരു ഒരു മെഡിക്കൽ ശാസ്ത്രമാണ് ഇന്നുള്ളത്. മനുഷ്യനെ ജീവനുള്ളതാക്കി നിലനിർത്തുന്ന മനസ്സ്, ജീവശക്തി തുടങ്ങിയ ഊർജ്ജ തലത്തിലുള്ള ഘടകങ്ങൾക്ക് യാതൊരു ശാസ്ത്രീയ പരിഗണനയും കൊടുക്കാതെ കേവലം ബയോകെമിസ്ട്രി വെച്ച് ഫിസിക്കൽ ബോഡിയിൽ മാത്രം പഠനങ്ങൾ നടത്തുന്ന രീതിയിലാണ് ഇന്നത്തെ മെഡിക്കൽ ശാസ്ത്രം പോകുന്നത്. അതാണ് ഇന്നത്തെ മെഡിക്കൽ ശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം. ആ പരാജയത്തെ ഹോളിസ്റ്റിക് സിസ്റ്റംസ് ഓഫ് മെഡിസിനിൽ വിശ്വസിക്കുന്ന ഹോമിയോപ്പതി, ആയുർവേദ, അലോപ്പതി ഒഴികെയുള്ള എല്ലാ ശാസ്ത്രങ്ങളും, ആയുഷ് എന്നുള്ള വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ ശാസ്ത്രങ്ങളും ഹോളിസ്റ്റിക് സയൻസിലാണ് വിശ്വസിക്കുന്നത്. ആ മനസ്സ്, ജീവശക്തി തുടങ്ങിയ ഊർജ ഘടകങ്ങൾ കൂടി ഭൗതിക ശരീരത്തോട് ചേരുമ്പോൾ മാത്രമാണ് ഒരു ഭൗതിക ശരീരം ജീവനുള്ളതായിട്ട് നിൽക്കുള്ളൂ. ആ തിരിച്ചറിവ് വളരെ ലളിതവും സിമ്പിൾ ആൻഡ് വെരി സിഗ്നിഫിക്കൻ്റ് ആണ്. ആ തിരിച്ചറിവാണ് മെഡിക്കൽ ശാസ്ത്രത്തെ ഇന്നത്തെ ഈ ഭൗതിക തലത്തിൽ നിന്നും പൂർണ്ണതയിലോട്ട് നയിക്കേണ്ട സത്യം. ആ സത്യത്തിലോട്ടുള്ള യാത്രയാണ് ഹോമിയോപ്പതി ഉൾപ്പെടെയുള്ള ചികിത്സാ ശാസ്ത്രങ്ങൾക്ക് ലോകത്ത് പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നതിനും ശാസ്ത്രീയ അടിത്തറയുണ്ടാകുന്നതിനും വരും കാലത്തിൻ്റെ ശാസ്ത്രമായി ഹോമിയോപ്പതിയൊക്കെ മാറുന്നതിന് നിമിത്തമാകാൻ പോകുന്നത്. അപ്പൊ ആ വലിയൊരു കാൽവെപ്പിന് വേണ്ടിയുള്ള നാന്ദി കുറിക്കലാണ് ഈ സത്യങ്ങളെല്ലാം ബോധ്യപ്പെടുന്നതിലൂടെ, ഡൈനാമിക് സയൻസിന്റെ ഉത്ഭവത്തിലൂടെയും അതിൻ്റെ പ്രചരണത്തിലൂടെയും ബോധ്യപ്പെടലിലൂടെ എല്ലാം
ഈ ഭൗതിക ശാസ്ത്രത്തെ ഹോളിസ്റ്റിക് സയൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിൻ്റെ ആവശ്യകത, അതിൻ്റെ ശാസ്ത്രീയത എല്ലാം പെടുന്നതിന് വേണ്ടിയാണ്. അപ്പൊ ഇതെല്ലാം തുടങ്ങിയത് ഞാൻ പറഞ്ഞു ക്യാൻസർ എന്ന് പറഞ്ഞ രോഗത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ച് എന്തുകൊണ്ട്, എങ്ങനെ എന്നുള്ള അന്വേഷണങ്ങളിലൂടെയാണ്. അപ്പൊ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ കുറേ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇതിലോട്ടെല്ലാം എന്നെ നയിച്ചത്. അപ്പൊ ആ ചോദ്യങ്ങളും ഉത്തരങ്ങളും അങ്ങനെ തന്നെ നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുകയാണ്. ഞാൻ വർഷങ്ങളെടുത്ത് കടന്നുപോയ എൻ്റെ ചിന്താധാര, ഞാൻ ഡെവലപ്പ് ചെയ്ത ഇതിലോട്ട് എന്നെ എത്തിപ്പിടിപ്പിച്ച ആ ചിന്താശകലങ്ങളെ ഞാൻ അങ്ങനെ തന്നെ അവതരിപ്പിക്കുകയാണ്. അപ്പൊ ആദ്യത്തെ ചോദ്യം, ക്യാൻസർ എന്താണ്? നമുക്കെല്ലാം അറിയുന്നത് പോലെ കോശങ്ങളുടെ അനിയന്ത്രിതമായ വിഭജനമാണ് ക്യാൻസറിന് തുടക്കം കൂടുന്നത്. അപ്പൊ ആരാണ് കോശങ്ങളുടെ വിഭജനത്തെ നിയന്ത്രിക്കുന്നത്? നമുക്കെല്ലാം അറിയാം, നമ്മുടെ കോശത്തിന്റെ ഒരു ക്രോസ് സെക്ഷൻ എടുത്താൽ അതിൻ്റെ നടുക്കൊരു ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിനകത്ത് 46 ക്രോമസോമുകളുണ്ട്. ഈ ക്രോമസോമുകളിൽ അടങ്ങിയിരിക്കുന്ന ജനിതക നിർദ്ദേശങ്ങളാണ് നമ്മുടെ കോശങ്ങളുടെ ഉൾപ്പെടെ അവയവങ്ങളുടെ, നമ്മുടെ ഓരോ സിസ്റ്റത്തിൻ്റെയും പ്രവർത്തനങ്ങളെ പൂർണ്ണമായി നിയന്ത്രിക്കുന്നത് ഈ 46 ക്രോമസോമുകളിൽ അടങ്ങിയിരിക്കുന്ന ജനിതക നിർദ്ദേശങ്ങളാണ്. ഇനി എന്താണ് ഈ ക്രോമസോമുകൾ? നമ്മളൊരു ക്രോമസോം എടുത്ത് അതിൻ്റെ അറ്റത്തു നിന്ന് വലിച്ചാൽ നമുക്ക് ഇതുപോലെ ഒരു 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 കാര്യം കാണും. അതായത് ക്രോമസോമുകൾ എന്ന് പറഞ്ഞാൽ കിലോമീറ്റേഴ്സ് ലോങ് ആയിട്ടുള്ള ഡീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് നമ്മൾ വിളിക്കുന്ന DNA സ്ട്രക്ചേഴ്സ് കോയിൽ ടുഗദർ ആൻഡ് കംപ്രസ് ടുഗദർ ആണ് ഒരു ക്രോമസോം എന്നാണ് ഇന്നത്തെ ശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ DNA സ്റ്റഡി നടത്തുന്നുണ്ട്. ഒരു DNAക്കകത്താണ് നമ്മുടെ ഈ ജനിതക നിർദ്ദേശങ്ങളെല്ലാം ആലേഖനം ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ കേട്ടിട്ടുള്ള മറ്റൊരു വാക്കാണ് ജീൻസ്. ജീൻസ് എന്ന് വെച്ചാൽ ഒരു DNA ഒരു പ്രത്യേക സെഗ്മെന്റ് ഏതെങ്കിലും ഒരു ഫങ്ഷൻ ചെയ്യാനായിട്ട് പ്രത്യേകമായിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ന്യൂക്ലിക് ആസിഡുകളുടെ സീക്വൻഷ്യൽ ഓർഡർ അനുസരിച്ച് ഒരു പ്രത്യേക ഫങ്ഷൻ ചെയ്യാൻ നിർവഹിക്കുന്ന കപ്പാസിറ്റി ഉള്ള ഒരു സെഗ്മെന്റ് ഓഫ് DNA ആണ് നമ്മൾ ജീൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് DNA ഇന്നത്തെ വാട്സൺ ആൻഡ് ക്രിക്ക് മോഡൽ അനുസരിച്ചുള്ള ഡബിൾ ഹെലിക്സ് സ്ട്രക്ചറിന്റെ ഒരു വിവിധ തലങ്ങളിലുള്ള എൻലാർജ്ഡ് ആൻഡ് ഒരു ബ്രോഡ് വ്യൂ ആണ്. അപ്പോൾ വലതുവശത്ത് ഒരു വളരെ ബ്രോഡായിട്ടുള്ള ഒരു വ്യൂ, ഏറ്റവും ഇടതുവശത്ത് കുറച്ചുകൂടെ എൻലാർജ്ഡ് ആയിട്ടുള്ള ഒരു വ്യൂ, നടുഭാഗത്ത് ഏറ്റവും വലുതാക്കിയുള്ള ഒരു വ്യൂ ആണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് നമുക്ക് പഠിച്ചിട്ടുള്ള പോലെ സിമ്പിൾ ബയോളജി 4 ന്യൂക്ലിക് ആസിഡുകൾ അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ ആൻഡ് സൈറ്റോസിൻ ഒരു പ്രത്യേക സീക്വൻഷ്യൽ ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നമ്മുടെ ജനിതക നിർദ്ദേശങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്നതെന്നാണ് ഇന്നത്തെ ശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള നമ്മൾ DNA സ്റ്റഡി നടത്തുമ്പോൾ ഈ സീക്വൻഷ്യൽ ഓർഡറാണ് നമ്മൾ പഠിച്ച് അത് കമ്പയർ ചെയ്ത് പല കാര്യങ്ങളും നിർണ്ണയിക്കുന്നതിനും, ഒരു ബ്ലഡ് സാമ്പിൾ ഒരു ക്രിമിനൽ സൈറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ആരുടെയാണെന്ന് കണ്ടെത്താൻ, കുട്ടിയുടെ പിതാവ് ആരാണെന്ന് സംശയമുണ്ടെങ്കിൽ ആ കുട്ടിയുടെ പിതാവ് ആരാണെന്ന് കൺഫേം ചെയ്യാൻ തുടങ്ങി ഒത്തിരി കാര്യങ്ങളിലോട്ട് നമ്മളെ നയിക്കുന്ന DNA സ്റ്റഡിക്ക് നമ്മളെ സഹായിക്കുന്ന ഈ ന്യൂക്ലിക് ആസിഡുകളുടെ ഓർഡർ അനുസരിച്ചാണ് നമ്മളതെല്ലാം കണ്ടെത്തുന്നത്. അപ്പൊ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ 4 ന്യൂക്ലിക് ആസിഡുകൾ ഓരോ വ്യക്തിയിലും ഓരോ പ്രത്യേക ഓർഡറിൽ ഓരോ ക്രോമസോമിലും കിലോമീറ്റർ ലോങ് ആയിട്ടുള്ള DNA അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ സർവ്വകാര്യങ്ങളും തീരുമാനിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്തെന്ന് വെച്ചാൽ, ഈ ന്യൂക്ലിക് ആസിഡ്സിന്റെ അറേഞ്ച്മെന്റ് ആണ് എല്ലാം തീരുമാനിക്കുന്നതെങ്കിൽ ഓരോ വ്യക്തിയിലും ഈ ന്യൂക്ലിക് ആസിഡുകൾ ഇന്ന ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കണമെന്ന് ആര് നിർദ്ദേശം കൊടുക്കുന്നു? ആരാണ് ഈ ന്യൂക്ലിക് ആസിഡുകളുടെ ഈ പ്രത്യേക നിയന്ത്രിതമായിട്ടുള്ള ഇരിപ്പിനെ നിയന്ത്രിക്കുന്നത് ആരാണ്? ആ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹു ഡിസൈഡ്സ് ദ സീക്വൻഷ്യൽ അറേഞ്ച്മെന്റ് ഓഫ് ന്യൂക്ലിക് ആസിഡ്സ് ഇൻ ദ DNA വിച്ച് ഡിസൈഡ്സ് എവരിതിങ്? അതിനുള്ള ഉത്തരമാണ് ഡൈനാമിക് സയൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈപ്പോത്തസിസ്. അപ്പൊ അതിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഞാൻ മറ്റൊരു പ്രധാന ഒരു കാര്യം നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാണ്. എന്താണ് ജീവനുള്ള ശരീരവും മൃതശരീരവും തമ്മിലുള്ള വ്യത്യാസം? നമ്മൾ മരിക്കുമ്പോൾ ജീവനുള്ള ശരീരം മൃതശരീരമായിട്ട് മാറുന്ന ആ മരിക്കുന്ന സമയത്ത് എന്താണ് അവിടെ സംഭവിക്കുന്നത്?
അല്ലെങ്കിൽ മരണത്തെ 3ആയിട്ട് തരംതിരിച്ചാൽ ബിഫോർ ഡെത്ത്, ഡ്യൂറിങ് ഡെത്ത് ആൻഡ് ആഫ്റ്റർ ഡെത്ത്, ആ മരിക്കുന്ന സമയത്ത് ജീവനുള്ള ശരീരത്തിൽ എന്ത് സംഭവിക്കുമ്പോഴാണ് മരണം നടക്കുന്നത്. കാരണം ഒരു മൃതശരീരത്തിൽ നമ്മൾ പരിശോധിച്ചാൽ ഒരു അപകടമോ അല്ലെങ്കിൽ സർജറി ചെയ്യുന്ന സമയത്തൊന്നും അല്ലാതെയുള്ള മരണത്തിൽ നമുക്ക് ആ ജീവനുള്ള ശരീരത്തിൽ ഉണ്ടായിരുന്ന അവയവങ്ങളും ഫങ്ഷണൽ ഇൻഗ്രീഡിയൻസ് എല്ലാം അതുപോലെ തന്നെ മൃതശരീരത്തിലും കാണാം. പക്ഷെ മരിക്കുന്ന സമയത്ത് എന്തോ സംഭവിച്ചതുകൊണ്ട് അത് മൃതശരീരമായിട്ട് മാറിയതായിട്ടാണ് നാം മനസ്സിലാക്കുന്നത്. അപ്പൊ എന്താണ് മരണസമയത്ത് സംഭവിച്ചത്? അതുകൊണ്ട് നമ്മളൊരു സിമ്പിൾ എക്സ്പെരിമെന്റ് നടത്തുവാണ്. ശരീരത്തിലും ജീവനുള്ള ശരീരത്തിലും നമ്മളെല്ലാം വിശ്വസിക്കുന്ന പോലെ നമ്മുടെ ബ്രെയിനും ഹാർട്ടുമാണ് നമ്മുടെ ജീവനെ നിലനിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങൾ എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രധാനപ്പെട്ട 2 അവയവങ്ങളെ നമ്മൾ പഠിക്കുകയാണ്. EEGയും ഇലക്ട്രോ എൻകഫലോഗ്രാമും ECGയും ഇലക്ട്രോ കാർഡിയോഗ്രാം ഉപയോഗിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും EEGയും ECGയും ജീവനുള്ള ശരീരത്തിൽ പോസിറ്റീവാണ്, മൃതശരീരത്തിൽ നെഗറ്റീവാണെന്ന് മനസ്സിലാകും. അതായത് ജീവനുള്ള ശരീരത്തിൽ ഊർജമുണ്ട്, മൃതശരീരത്തിൽ ഊർജമില്ല. അതുകൊണ്ടാണ് നമ്മളൊരു ക്രിട്ടിക്കലായിട്ടുള്ള രോഗിയെ ഹൈടെക് ആശുപത്രിയിലോട്ട് കൊണ്ടുചെന്നാൽ അവർ ആ രോഗിയെ ICUയിലോട്ട് മാറ്റി ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ ചില കണ്ടക്ടേഴ്സ് ആയിട്ടുള്ള മെറ്റൽ പീസസ് ചില പ്രത്യേക പൊസിഷൻസിൽ എനർജി അബ്സോർബ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന ഹൃദയത്തിൻ്റെയും ഒക്കെ പ്രത്യേക ഭാഗങ്ങളിൽ വെച്ചിട്ട് ഒരു പ്രോസസ്സർ വഴി ഒരു മോണിറ്ററിൽ ഒരു വേവ് മോണിറ്റർ ചെയ്താണ് നമ്മളെല്ലാം ആ രോഗി ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നത് ക്രിട്ടിക്കൽ കണ്ടീഷനിൽ. അപ്പൊ എപ്പോ ആ വേവ് ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് മാറുന്നോ അപ്പൊ നമ്മൾ ആ രോഗി മരിച്ചതായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഇതൊക്കെ നമുക്ക് സാധാരണ നമ്മുടെ നാട്ടിൻപുറങ്ങളിലെല്ലാം സംസാരിക്കുന്ന ഒരു വിഷയമാണ്. ആത്മാവ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുമ്പോൾ ആ രോഗി ആള് മരിക്കുന്നു എന്നുള്ളത്. പക്ഷെ ശാസ്ത്ര ലോകം ഈ ഒരു സ്വാഭാവികതയെ ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കുന്നതിനോ ഉൾക്കൊള്ളുന്നതിനോ ഇന്ന് വരെ സന്നദ്ധമായിട്ടില്ല എന്നുള്ള ഒരു ബിഗ് സയന്റിഫിക് ഇഗ്നോറൻസ് അല്ലെങ്കിൽ സയന്റിഫിക് റിജക്ഷൻ അവിടെ കാണാൻ പറ്റും. കാരണം കാണാനും തൊടാനും സാധിക്കാത്തതിനെ ഇന്നത്തെ മെറ്റീരിയൽ സയൻസ് അല്ലെങ്കിൽ ഭൗതിക ശാസ്ത്രം ശാസ്ത്രീയമായിട്ട് ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഇന്ന് ടെലിവിഷൻ കാണുന്നുണ്ട്. ആ ടെലിവിഷൻ ഒരു 100 വർഷം മുമ്പ് ഒരാൾ നമ്മുടെ അടുത്ത് പറയുകയാണ്, ഞാൻ അമേരിക്കയിൽ നിന്ന് നിങ്ങളുടെ അടുത്ത് സംസാരിക്കും, നിങ്ങളുടെ മുറിയിൽ ഒരു പെട്ടി വെച്ച് ഞാനത് നിങ്ങളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മളതെല്ലാം കാണുന്നതാണ്. 100 വർഷം മുമ്പ് നമ്മുടെ അടുത്ത് അല്ലെങ്കിൽ 150 വർഷം മുമ്പ് നമ്മുടെ അടുത്ത് ഒരാൾ പറഞ്ഞാൽ നമ്മളെ ആളെ ഭ്രാന്തനെന്ന് വിളിക്കുമായിരുന്നു. പക്ഷെ ഇന്ന് നമ്മുടെ മുറിയിൽ വെച്ചിരിക്കുന്ന നമ്മുടെ ടെലിവിഷനിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് സംസാരിക്കുന്നവര് പ്രോഗ്രാമുകളെല്ലാം നമ്മൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന ഒരു എനർജി വൈബ്രേഷണൽ ഫ്രീക്വൻസി ആയിട്ടാണ്. പക്ഷെ ആ എനർജി വൈബ്രേഷണൽ ഫ്രീക്വൻസി നമ്മൾ കണ്ടിട്ടല്ല ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടെന്നും ഇത് ഒരു വൈബ്രേഷണൽ എനർജി ആയിട്ടാണ് നമ്മുടെ അടുത്തോട്ട് വരുന്നതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കും, നമുക്ക് ഇന്നത് മനസ്സിലാകും. അപ്പൊ അതുപോലെ തന്നെയാണ് മനുഷ്യ ജീവിതത്തിലും ഈ ഊർജത്തിന്റെ സാന്നിധ്യം നമ്മൾ വേവായിട്ട് നമ്മുടെ ICUയിൽ കാണുന്നുണ്ട്. അതിൻ്റെ സ്ട്രെയിറ്റ് ലൈൻ ആകുന്നത് നമ്മൾ മരണമാണ് സംഭവിച്ചതെന്ന് തിരിച്ചറിയിക്കുന്നുണ്ട്. അപ്പൊ ഈ ഊർജത്തിന്റെ സാന്നിധ്യം നമ്മൾ ശാസ്ത്രീയമായി അംഗീകരിക്കാനും അതിന് ആരോഗ്യം നിലനിർത്തുന്നതിനും രോഗങ്ങൾ വരുന്നതിനും രോഗങ്ങൾ മാറ്റുന്നതിനും ഉപയോഗപ്പെടുത്തും കൂടെ ചെയ്യുമ്പോഴാണ് ശാസ്ത്രം പൂർണ്ണതയിലെത്തുള്ളൂ. അത് ഇന്ന് സംഭവിക്കുന്നില്ല എന്നുള്ള ഏറ്റവും വലിയ നിരാശാജനകമായ തിന്മയാണ് അല്ലെങ്കിൽ അശാസ്ത്രീയതയാണ് ഇന്ന് മെഡിക്കൽ സയൻസിന്റെ ഏറ്റവും വലിയ ദൗർബല്യം. ആ ദൗർബല്യത്തെ കറക്റ്റ് ചെയ്യുക എന്നുള്ളത് ഇതുമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ശാസ്ത്രബോധമുള്ള എല്ലാവരുടെയും കടമയാണ്. ആ വലിയൊരു കടമയെ നിർവഹിക്കുന്നതിനുള്ള ബോധ്യപ്പെടുത്തൽ കൂടിയാണ് ഈ പ്രസന്റേഷനിലൂടെ ഞാൻ നടത്തുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞ ഒരു വസ്തുതയുണ്ട്, നമ്മുടെ ശരീരത്തിൽ ഊർജമുണ്ട്. ഒരു ഊർജത്തെ മറ്റൊരു ഊർജത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്കെങ്ങനെ തിരിച്ചറിയാം? അവിടെയാണ് നമ്മുടെ ഫിസിക്സ് നമുക്ക് 3 ഡിറ്റർമിനൻസ് പാരാമീറ്റേഴ്സ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഫ്രീക്വൻസി, വേവ് ലെങ്ത് ആൻഡ് ആംപ്ലിറ്റ്യൂഡ്. ഈ 3 പാരാമീറ്റേഴ്സ് ഓരോ വേവിനും വ്യത്യസ്തമായിരിക്കും എന്നുള്ളതാണ്.
ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന നമ്പർ ഓഫ് വേവ്സ് ആണ്. വേവ് ലെങ്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വേവ് മൂവ് ചെയ്യുമ്പോൾ ഒരു അപ്പ് സ്ട്രോക്കും ഒരു ഡൗൺ സ്ട്രോക്കും കൂടെ കൂടുന്ന ലെങ്തിനെയാണ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു അപ്പ് സ്ട്രോക്ക് നടക്കുമ്പോൾ അല്ലെങ്കിൽ ഡൗൺ സ്ട്രോക്ക് നടക്കുമ്പോൾ ആ വേവിന്റെ മൂവ്മെന്റ് സെൻട്രൽ പൊസിഷനിൽ നിന്ന് എന്തുമാത്രം ഉണ്ടാവും എന്നുള്ളതിനെയാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 പാരാമീറ്റേഴ്സും ഓരോ എനർജി വൈബ്രേഷനും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഓരോ ജീവജാലത്തിലും ജീവനുള്ള ഓരോ അവസ്ഥയിലും നമ്മൾ പറയുന്ന പോലെ ഒരു ഊർജമുണ്ട്. ആ ഊർജത്തെയാണ് നമ്മൾ ജീവശക്തി അല്ലെങ്കിൽ വൈറ്റൽ ഫോഴ്സ് എന്നൊക്കെ പറയുന്നത്. ഈ വൈറ്റൽ ഫോഴ്സിന് ഒരു ഫ്രീക്വൻസി, വേവ് ലെങ്ത് ആൻഡ് ആംപ്ലിറ്റ്യൂഡ് ഉണ്ട് എന്നിരിക്കലും ഇന്നത്തെ ശാസ്ത്രം അതിനെ അളക്കുന്നതിന് പര്യാപ്തമായിട്ട് ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്ന് കരുതി ആ ഊർജം അവിടെ ഇല്ല എന്നുള്ളതല്ല അർത്ഥം. അത് ടെക്നോളജി ഇനിയും ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ ഇതെല്ലാം സാധ്യമാകുക തന്നെ ചെയ്യും. പക്ഷെ ഇന്ന് മറ്റു പല രീതിയിലും ജൂൾസിലും ഒക്കെ എനർജി മെഷർ ചെയ്യുന്നതിനുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. ഈ ഫ്രീക്വൻസി, വേവ് ലെങ്ത് ആൻഡ് ആംപ്ലിറ്റ്യൂഡ് മെഷർ ചെയ്യുന്നതിന് സാധിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു യാഥാർത്ഥ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജീവശക്തി എന്ന് നമ്മൾ പറയുന്ന, പൊതുവായി പറയുന്ന ഊർജം എന്ന് പറയുന്നത് ഓരോ കോശങ്ങളെയും ഓരോ ഓർഗനെയും ഓരോ സിസ്റ്റത്തെയും നിയന്ത്രിക്കുന്ന പല എനർജി യൂണിറ്റ്സിന്റെ യൂണിയനാണ്. അപ്പൊ ആ യൂണിയന് ഇതിന്റെ എനർജി വ്യത്യാസം വരുന്നതനുസരിച്ചൊക്കെ എപ്പോഴും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കാം. അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു ഇൻസ്റ്റെബിലിറ്റി വരാനുള്ള സാധ്യതയുണ്ട്. അതിനെ കൃത്യമായിട്ട് മെഷർ ചെയ്യുന്നതിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇത് മറ്റൊരു കാര്യവുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് നമ്മുടെ ഒരു നമ്മളൊരു ഓർക്കസ്ട്ര കമ്പ്യൂട്ടറിൽ എഡിറ്റ് ചെയ്യുമ്പോൾ ആ ഓർക്കസ്ട്ര എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് പല മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. ഗിറ്റാർ ഉണ്ട്, വയലിൻ ഉണ്ട്, നമ്മുടെ തബലയുണ്ട്, അങ്ങനെ പല ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഓരോ ഇൻസ്ട്രുമെന്റ്സിന്റെയും എനർജി വൈബ്രേഷൻസ് സെപ്പറേറ്റ് ആക്കി എടുത്ത് അതിനെ ഫൈൻ ട്യൂൺ ചെയ്ത് അതിൻ്റെ അകത്തുള്ള കറപ്ഷൻസ് ഒക്കെ മാറ്റി നമുക്ക് ഫൈൻ ട്യൂൺ ചെയ്ത് വീണ്ടും ഫ്യൂസ് ചെയ്ത് അതിനെ സിംഗിൾ വേവ് ആയിട്ട് നമ്മൾ വെളിവിടുമ്പോഴാണ് അത് ഓർക്കസ്ട്രയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവശക്തി എന്ന് പറയുന്നതും. അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇനി ഞാൻ ഇതിന്റെ ഈ ഡൈനാമിക് സയൻസിന്റെ ആദ്യത്തെ ഹൈപ്പോത്തസിസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഹൈപ്പോത്തസിസ് DNA-യും നമ്മുടെ ജീവൻ നിലനിർത്തുന്ന ജീവശക്തിയെയും തമ്മിൽ ബന്ധപ്പെടുത്തിയാണ് ഞാൻ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 2 ഡൈമെൻഷനിൽ നമ്മുടെ DNA കാണുമ്പോൾ അതിൻ്റെ ഒരു വേവ് ലൈക്ക് അപ്പിയറൻസ്, നമ്മുടെ ഊർജത്തിന്റെ ജീവശക്തിയുടെ ഒരു വേവ് ലൈക്കുള്ള അപ്പിയറൻസിന്റെ ഒരു സാദൃശ്യം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ അത് ഒരു ഇൻസിഡന്റലായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഡൈനാമിക് സയൻസിന്റെ ആദ്യത്തെ ഹൈപ്പോത്തസിസ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഈ DNA-ക്കകത്തുള്ള 4 ന്യൂക്ലിക് ആസിഡ്സിന്റെ അറേഞ്ച്മെന്റിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞു. അതിന്റെ സീക്വൻഷ്യൽ ഓർഡറാണ് എല്ലാം തീരുമാനിക്കുന്നതെന്ന് അറിഞ്ഞു. ആദ്യം നമ്മൾ ചോദിച്ച ചോദ്യം, ആരാണ് ഈ സീക്വൻഷ്യൽ ഓർഡർ തീരുമാനിക്കുന്നത് എന്നുള്ളതാണ്. അതിനുള്ള ഉത്തരമാണ് ഈ ഹൈപ്പോത്തസിസ്. അപ്പോൾ ആ ഉത്തരപ്രകാരം ഈ സീക്വൻഷ്യൽ ഓർഡർ തീരുമാനിക്കുന്നത് നമ്മുടെ ജീവശക്തി എന്ന് പറയുന്ന ആ എനർജി വൈബ്രേഷന്റെ ഫ്രീക്വൻസിക്കും വേവ് ലെങ്തിനും ആംപ്ലിറ്റ്യൂഡിനും ആനുപാതികമായിട്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഓരോ അവയവത്തിലും ഓരോ കോശത്തെയും നിയന്ത്രിക്കുന്ന എനർജിയുടെ വൈബ്രേഷൻ ഫ്രീക്വൻസിക്കും വേവ് ലെങ്തിനും ആംപ്ലിറ്റ്യൂഡിനും ആനുപാതികമായിട്ടായിരിക്കും ആ ജീൻസിന്റെ സീക്വൻഷ്യൽ ന്യൂക്ലിക് ആസിഡ്സിന്റെ ഓർഡർ വരുന്നത്. അപ്പൊ ഇവിടെ ഒരു പോസിബിലിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ ആ എനർജി വൈബ്രേഷന്റെ ഫ്രീക്വൻസിക്കും ആംപ്ലിറ്റ്യൂഡിനോ വേവ് ലെങ്തിനോ ഒരു വ്യതിയാനം വന്നാൽ അതിന് ആനുപാതികമായിട്ടുള്ള ആ സീക്വൻഷ്യൽ ഓർഡറിലുള്ള ന്യൂക്ലിക് ആസിഡ്സിന്റെ അറേഞ്ച്മെന്റിനും വ്യതിയാനം വരുന്നതിനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ചോദ്യം, അങ്ങനെ നമ്മുടെ ജീവശക്തിയുടെ വ്യതിയാനം സാധ്യമാണോ? നമ്മുടെ വൈറ്റൽ ഫോഴ്സിന്റെ എനർജി അങ്ങനെ മോഡിഫിക്കേഷൻ വരാൻ സാധ്യമാണോ എന്നുള്ളതാണ്. അതിന് ഉത്തരം നൽകുന്നതിന് മുമ്പായിട്ട് മറ്റൊരു ഡൈനാമിക് എൻറ്റൈറ്റിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അത് മറ്റൊന്നുമല്ല, മനസ്സാണ്. ആ മറ്റൊരു ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ ഉടലെടുക്കുന്ന ഓരോ ചിന്തകളും ഒരു എനർജി വൈബ്രേഷൻസ് ആണ്.
അപ്പോൾ ഓരോ ചിന്തകളുമായിട്ട് ഓരോ സമയത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ആ നമ്മുടെ ഓരോ ശരീരത്തിലും 2 എനർജി വൈബ്രേഷൻസ് ഒരേ സമയം നിലനിൽക്കുന്ന മിനിമം 2 എനർജി വൈബ്രേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് നമ്മുടെ ജീവൻ നിലനിർത്തി ജീവിപ്പിച്ചുകൊണ്ട് പോകുന്ന ജീവശക്തിയും, 2 നമ്മൾ നമ്മുടെ മനസ്സിൽ ഉത്ഭവിക്കാൻ അനുവദിക്കുന്ന ചിന്തകളും. അപ്പൊ 2 ഊർജ തരംഗങ്ങൾ ഒരേ ശരീരത്തിൽ ഒരേ സമയം നിലനിൽക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഹൗ ദ മൈൻഡ് ക്യാൻ ഇൻഫ്ലുവൻസ് ദ സോൾ ഓർ വൈറ്റൽ ഫോഴ്സ് ഓർ ദ സ്പിരിറ്റ്. നമ്മുടെ ചിന്തകൾക്ക് എങ്ങനെ നമ്മുടെ ജീവശക്തിയെ സ്വാധീനിക്കാൻ പറ്റും? അതിന് ഉത്തരം നൽകുന്നതിന് 2 ഫിസിക്സ് തിയറീസ് നമ്മുടെ മുന്നിൽ ഓൾറെഡി ഉണ്ട്. തിയറി ഓഫ് റെസൊണേഷൻ ആൻഡ് തിയറി ഓഫ് സൂപ്പർപൊസിഷൻ. അപ്പോൾ തിയറി ഓഫ് റെസൊണേഷൻ എന്താണെന്ന് നമ്മുടെ ഫിസിക്സ് ലാബിൽ നടക്കുന്ന ഒരു സിമ്പിൾ എക്സ്പെരിമെന്റിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. അത് ഒരു ഫിസിക്സ് സയന്റിസ്റ്റിന്റെ സഹകരണത്തോടെ ഞാൻ ഒരു സ്മോൾ പ്രസന്റേഷൻ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഒരു ഫിസിക്സ് സയന്റിസ്റ്റ് ഇംഗ്ലീഷിലായിരിക്കും അത് അവതരിപ്പിക്കുന്നത്. അത് നമുക്കെല്ലാം മനസ്സിലാകുമെന്നാണ് എൻ്റെ വിചാരണ. ഞാൻ മലയാളത്തിൽ ഒന്നോടെ പറയാം, ഇത് കേൾക്കുക. Let me explain the remarkable phenomena of resonance and also the superposition of waves. Some external different frequencies superimposed over a string which is vibrating at its natural frequency. Modifications will occur to the initial natural frequency. At resonance, the system will oscillate at maximum amplitude. A vibrating object will pick out its resonant frequencies from a complex excitation and vibrate at those frequencies, essentially filtering out the other frequencies present in the excitation. Let us see how we study resonance. A sonometer and a tuning fork can be used for this. Now, how we understand the resonance? A tuning fork available in a laboratory is struck and the stem is placed solidly on the sonometer. When the wire is tuned to the frequency of the fork, sympathetic resonance can be heard. Now, the usual method of determining resonance is by placing a small paper rider on the string. On resonance, as the string vibrates strongly, the paper rider falls off. Let us look at what happens when 2 waves of different frequencies and amplitude traveling in the same medium meet. We observe the formation of a new wave with modified parameters. This is explained by the behavior of overlapping waves, distinguished as superposition of waves or interference. This can be easily understood by looking at this graphic presentation. ഇത് 2 ഊർജ തരംഗങ്ങൾ ഒരേ സമയത്ത് ഒരേ മീഡിയത്തിൽ കോയിൻസിസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നതാണ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അത് സൂപ്പർപോസ് ചെയ്ത് പെർമനന്റ്ലി എക്സിസ്റ്റ് ചെയ്യുന്ന വൈബ്രേഷൻസ് ഫ്രീക്വൻസിയിൽ മോഡിഫിക്കേഷൻ വരും എന്നുള്ളതാണ് ഈ ഗ്രാഫിക് പ്രസന്റേഷൻ കാണിക്കുന്നത്. Simultaneously at the same medium at the same time. The resultant is the sum of disturbances from the individual waves. At a sufficiently large amplitude, the superposition principle often breaks down and interacting waves may scatter off each other, lose amplitude, or change their form. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസന്റേഷനാണ്, ഒരു ബോധ്യപ്പെടലാണ്. തിയറി ഓഫ് റെസൊണേഷൻ ആൻഡ് തിയറി ഓഫ് സൂപ്പർപൊസിഷൻ. അപ്പൊ ആ സോണോമീറ്ററിൽ നമ്മൾ കണ്ടത്, ആ സോണോമീറ്ററിന്റെ വയർ ഒരു പ്രത്യേക ലെങ്തിലും ടെൻഷനിലും ഒക്കെ നമ്മൾ ട്യൂൺ ചെയ്തെടുത്തിട്ട് അതായത് ആ ട്യൂണിങ് ഫോർക്കിന്റെ വൈബ്രേഷണൽ ഫ്രീക്വൻസിയിൽ
വൈബ്രേറ്റ് ചെയ്യാൻ വേണ്ടി അതിനെ പ്രീ ട്യൂൺ ചെയ്ത് വെച്ചിട്ട് ആ ട്യൂണിങ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്യിപ്പിച്ച് ആ സ്ട്രിങ്ങിന്റെ അടുത്ത് കൊണ്ടുവന്ന് അത് ഓട്ടോമാറ്റിക്കായിട്ട് വൈബ്രേറ്റ് ചെയ്യും. ഇതിനെയാണ് റെസൊനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഹോമിയോപ്പതി ക്യൂറുമായിട്ട് വളരെ ബന്ധമുണ്ട്. ഹോമിയോപ്പതി ക്യൂറ് നടക്കുന്നത് റെസൊനേഷനിലൂടെയാണ്. അതായത് നമ്മൾ സിമിലർ മെഡിസിൻ കണ്ടുപിടിക്കുമ്പോഴാണ് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള വൈറ്റൽ ഫോഴ്സിന്റെ എനർജിയോടെ അൺഹെൽത്തി ആയിട്ട് മാറിക്കഴിയുമ്പോൾ അതിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് നമ്മൾ മെഡിസിൻ സിമിലിമം കൊടുക്കുമ്പോൾ മാത്രമേ സംഭവിക്കുകയുള്ളൂ. ആ സിമിലിമത്തിന് അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നത് റെസൊനേഷനിലൂടെയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിലെ ചിന്തകള് സൂപ്പർപോസ് ചെയ്ത് നമ്മുടെ ജീവശക്തിയെ സ്വാധീനിച്ചാണ് അത് രണ്ടാമത്തെ ഗ്രാഫിക് പ്രസന്റേഷൻ കാണിച്ചത്. ആ സൂപ്പർ പൊസിഷനിലൂടെ ഇൻഫ്ലുവൻസ് ചെയ്താണ് അവിടെ ആ സൂപ്പർ പൊസിഷൻ നടന്ന് നമ്മുടെ ജീവശക്തിയുടെ ആ നാച്ചുറൽ ഫ്രീക്വൻസിയെ കൺസ്ട്രക്റ്റീവായിട്ടും ഡിസ്ട്രക്റ്റീവായിട്ടൊക്കെ മോഡിഫൈ ചെയ്യുന്നതിന് സാധിക്കും. നമ്മുടെ ചിന്തകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അവിടെയാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഡിസിപ്ലിൻഡ് ആൻഡ് നാച്ചുറലി പോസിറ്റീവ് മൈൻഡ്. ആ നാച്ചുറലി പോസിറ്റീവ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ടേമാണ്. ചുമ്മാ പോസിറ്റീവ് അല്ല, നാച്ചുറലി പോസിറ്റീവ് എന്ന് പറയുന്നതിന് വളരെ റെലവൻസ് ഉണ്ട്. അത് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അപ്പൊ നമ്മുടെ മനസ്സിൽ സന്തോഷമുള്ള, കംഫർട്ടബിൾ ആയിട്ടുള്ള, നേച്ചർ ആയിട്ടുള്ള, പീസ്ഫുൾ ആയിട്ടുള്ള, നാച്ചുറലി പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ നിലനിൽക്കുന്നതിന് നമ്മൾ അനുവദിച്ചു കഴിയുമ്പോൾ ആ ചിന്തകൾ നമ്മുടെ ജീവശക്തിയുടെ ഫ്രീക്വൻസി, വേവ് ലെങ്ത് ആൻഡ് ആംപ്ലിറ്റ്യൂഡിനെ സൂപ്പർപോസ് ചെയ്ത് ഹെൽത്തി ആയിട്ടുള്ള, പ്യുവർ ആയിട്ടുള്ള, സ്റ്റേബിൾ ആയിട്ടുള്ള ലെവലിലോട്ട് അതിനെ ഓൾട്ടർ ചെയ്യുകയും അതിനനുപാതികമായിട്ട് നമ്മുടെ DNA-ക്കകത്തുള്ള അബ്നോർമൽ മ്യൂട്ടേഷനെ റെക്ടിഫൈ ചെയ്ത് കറക്റ്റ് ചെയ്യിക്കാനും പറ്റുകയും അല്ലെങ്കിൽ കറക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് സാധിക്കും. ഈ നമ്മുടെ DNA മെയിനായിട്ട് രണ്ട് രീതിയിലാണ് വ്യതിയാനങ്ങൾ വരുന്നത്. ഒന്ന് മ്യൂട്ടേഷൻ, അവിടെ ആ സീക്വൻഷ്യൽ അറേഞ്ച്മെന്റ് ഓഫ് ന്യൂക്ലിക് ആസിഡ്സിന്റെ ഓർഡറിൽ വ്യതിയാനം കാണും. രണ്ട് എപ്പിജനറ്റിക് ചേഞ്ച് എന്ന് പറയും. എപ്പിജനറ്റിക് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഓരോ DNA-യും ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സ്പേഷ്യൽ ഓറിയന്റേഷൻ ഉണ്ട്. ആ ഓറിയന്റേഷൻ വ്യതിയാനം വന്നാലും അതിൻ്റെ ഫങ്ഷണൽ കേപ്പബിലിറ്റിക്ക് വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് തരത്തിലും വ്യതിയാനം വരാം. ആ സ്പേഷ്യൽ ഓറിയന്റേഷൻ മാത്രമേ വ്യതിയാനം വരുന്നുള്ളൂ എങ്കിൽ സീക്വൻഷ്യൽ ഓർഡറിൽ വ്യതിയാനം വരുന്നില്ല. അപ്പം നമ്മൾ DNA സീക്വൻസിങ് നോക്കിക്കഴിയുമ്പോൾ കറക്റ്റ് ആയിരിക്കും, പക്ഷെ അതിൻ്റെ ഫങ്ഷണൽ എക്സ്പ്രഷൻ വ്യത്യാസമായിരിക്കും. അതിനാണ് എപ്പിജനറ്റിക് ചേഞ്ച് എന്ന് പറയുന്നത്. രണ്ടാമത് നമ്മൾ തിരിച്ചറിയേണ്ടത്, നമ്മുടെ മനസ്സിൽ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ അനുവദിച്ചു കഴിഞ്ഞാൽ, അത് ഡെവലപ്പ് ചെയ്യുകയും മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്തു കഴിയുമ്പോൾ, അതൊരു ഉദാഹരണങ്ങളായിട്ട് ദേഷ്യം, അരിശം, ആങ്കർ, ഹേറ്റഡ്, എനിമിറ്റി, ഡിപ്രഷൻ, ഗ്രീഫ്, ജലസി, ഫിയർ, ആങ്സൈറ്റി, വറി, ഇൻസെക്യൂരിറ്റി, ഗിൽറ്റി ഫീലിംഗ്, എന്ത് തരം അൺനാച്ചുറൽ ആയിട്ടുള്ള, അൺഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് നമ്മുടെ മനസ്സിൽ ഉത്ഭവിക്കാൻ അനുവദിച്ചു കഴിയുകയും നിലനിർത്തുകയും ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവശക്തിയെ സൂപ്പർപോസ് ചെയ്ത് അൺഹെൽത്തി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലോട്ട് മാറ്റി അവിടെ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു മ്യൂട്ടേഷനോ എപ്പിജനറ്റിക് ചേഞ്ചോ നടക്കുന്നതിന് സാധ്യമാകുന്നു എന്നുള്ള തിരിച്ചറിവാണ്. അത് നമ്മളിപ്പോ ഞാനത് തിരിച്ചറിയാൻ ഇടവന്നത് ഹോമിയോ ഡോക്ടർ ആയതുകൊണ്ടാണ്. ഈ ഒരു റിലേഷൻഷിപ്പ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇതിക്ക് തൊട്ട് മുമ്പുള്ള പ്രസന്റേഷൻ GNM-ന്റെ ഉണ്ട്. ആ GNM ഇത് തന്നെയാണ് പറയുന്നത്. ആ GNM-ൽ സത്യം പറഞ്ഞാൽ മനസ്സിന്റെ ഇൻഫ്ലുവൻസ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് അവർ പറയുന്നില്ല, നടക്കുന്നുണ്ടെന്നാ പറയുന്നുള്ളൂ. അപ്പൊ ആ നടക്കുന്ന ഇതിന്റെ സയൻസ് ആണ് ഞാനിപ്പോ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഞാനിപ്പോ ഇവിടെ ആ GNM പ്രസന്റേഷൻ കേട്ടവർക്ക് ഇതോടെ കേട്ട് കഴിയുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാകും. പക്ഷെ ആ GNM-ൽ അവർ പറയുന്ന ആ മനസ്സിന്റെ ഇൻഫ്ലുവൻസ് പലതും എനിക്ക് അല്പം ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ട് പലപ്പോഴും. ഉദാഹരണത്തിന് GNM കണ്ടുപിടിച്ച ഹാമറിന്റെ ടെസ്റ്റിക്കുലർ ക്യാൻസറിന് അവർ പറയുന്ന കാരണങ്ങൾ ഉൾപ്പെടെ എനിക്ക് അവിടെ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ട്. അതേക്കുള്ളോട്ട് ഞാനിപ്പോൾ കിടക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ചില കാര്യങ്ങളിൽ അവിടെ ഡിഫറൻസ്, പക്ഷേ ആ മനസ്സ് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് പരമമായ സത്യമാണ്. അവിടെയാണ് ഇന്ന് മെഡിക്കൽ സയൻസിന് ഏറ്റവും വലിയ പരിവർത്തനം നടക്കേണ്ടത് എന്നുള്ളതുമാണ് സത്യം. അപ്പോൾ ഇതാണ് അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള വശം. ഇനിയും ഏതൊക്കെ തലങ്ങളിൽ നമ്മുടെ DNA ഓൾട്ടറേഷൻ നടക്കാം മൊത്തത്തിൽ
ഒന്നാമത്തത് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്ന എനർജി വൈബ്രേഷനും കൊണ്ട്, അത് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ത്രൂ ദ റെസൊണൻസ് ആൻഡ് superposition of vital force by the thoughts of our own mind or medical energy medicines enter our body. Homeopathic medicine also work in this way. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ത്രൂ എനർജി വൈബ്രേഷൻസ് കമ്മിങ് ഫ്രം ഔട്ട്സൈഡ് ദ ബോഡി. അത് മാൻമെയ്ഡ് എനർജി വൈബ്രേഷൻസ് ആയിട്ടുള്ള എക്സ്റേ ആകാം, റേഡിയേഷൻ തെറാപ്പിയിൽ വരുന്ന റേഡിയേഷൻ ആകാം, അല്ലെങ്കിൽ മൊബൈൽ ഫ്രീക്വൻസി ആകാം, അല്ലെങ്കിൽ TV വൈബ്രേഷൻസ് ആകാം, കോസ്മിക് ഇൻഫ്ലുവൻസ് ആകാം, മറ്റു മനുഷ്യരുടെ ചിന്തകളാകുന്ന എനർജി വൈബ്രേഷൻസിന് നമുക്ക് സ്വാധീനിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഹോമിയോപ്പതിക് മെഡിസിൻ ഉൾപ്പെടെയുള്ള എനർജി വൈബ്രേഷൻ, അതുപോലെ തന്നെ മറ്റു മനുഷ്യരുടെ ചിന്തകളിൽ വരുന്നതാണ് റീക്കി, പ്രാണിക് ഹീലിംഗ്. ഇതൊക്കെ നമ്മുടെ മറ്റു മനുഷ്യരുടെ ചിന്തകൾ കൊണ്ട് നമുക്കേറെ നമ്മുടെ നന്മയ്ക്കായിട്ടും അതുപോലെ തന്നെ തിന്മയ്ക്കായിട്ടും വിടുന്ന ചിന്തകളൊക്കെ നമ്മൾ സ്വാധീനിക്കാം. പക്ഷെ ഇതിനൊക്കെ സൊല്യൂഷൻ ഉണ്ട്. എന്താണ് സൊല്യൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ചിന്തകൾ നമ്മുടെ നാച്ചുറലി പോസിറ്റീവായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകൾ നമ്മൾ പ്യൂരിഫൈ ചെയ്ത് ഒരു പ്യൂരിഫൈഡ് ഇൻസൈഡ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റിയാൽ വെളിയിൽ നിന്ന് വരുന്ന എല്ലാ നെഗറ്റീവ് വൈബ്രേഷൻസിനെയും നമ്മുടെ ഉള്ളിലുള്ള പോസിറ്റിവിറ്റി കൊണ്ട് നമുക്ക് നള്ളിഫൈ ചെയ്ത് കളയാൻ പറ്റും. അപ്പൊ ഇവിടെയാണ് നമ്മുടെ ഇപ്പൊ ഞാൻ ഒരാളോട് ദേഷ്യപ്പെടുവാണ്. ദേഷ്യം എന്ന് പറഞ്ഞ വൈബ്രേഷണൽ ഫ്രീക്വൻസി ഡിസ്ട്രക്റ്റീവ് ആണ്, നെഗറ്റീവ് ആണ്. ഞാൻ ഒരാളോട് ദേഷ്യപ്പെടുമ്പോൾ ഫസ്റ്റ് ഇമ്പാക്റ്റ് എന്നിൽ തന്നെയാണ് വരുന്നത്. ഈ ചിന്ത എൻ്റെ മനസ്സിൽ ഉദിക്കുമ്പോൾ ഇത് ഫസ്റ്റ് സൂപ്പർപോസ് ചെയ്യുന്നത് എൻ്റെ തന്നെ വൈറ്റൽ ഫോഴ്സിനെയാണ്. ആ വൈറ്റൽ ഫോഴ്സിനെ ഡിസ്ട്രക്റ്റീവായിട്ട് സൂപ്പർപോസ് ചെയ്ത് ഞാൻ ഒരാളെയോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരെയോ ഉദ്ദേശിച്ച് എൻ്റെ ദേഷ്യം ഞാൻ റിലീസ് ചെയ്യുകയാണെങ്കിൽ അത് എന്നെ ഫസ്റ്റ് ഇമ്പാക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ അത് ഞാൻ ടാർഗറ്റ് ചെയ്യുന്ന വ്യക്തികളോ അല്ലെങ്കിൽ വ്യക്തിയോ ഈ യൂണിവേഴ്സലിൽ എവിടെയാണോ ഇൻസ്റ്റന്റ്ലി ട്രാവൽ ആൻഡ് സൂപ്പർപോസ് വിത്ത് ദ വൈറ്റൽ ഫോഴ്സ് ഓഫ് ആ വ്യക്തിയുടെ ജീവശക്തിയുമായിട്ട് സൂപ്പർപോസ് ചെയ്യുകയും ആ വ്യക്തിയിൽ പോസിറ്റീവോ കൺസ്ട്രക്റ്റീവോ ആയിട്ടുള്ള ചേഞ്ചസ് വരുത്താൻ ന്യൂട്രലായിട്ട് നള്ളിഫൈഡ് ആയിട്ടും പോകാം. ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഇൻസൈഡ് എനർജി സ്റ്റേറ്റ് ഓഫ് ദാറ്റ് പേഴ്സൺ. അപ്പൊ ആ വ്യക്തി ഇതൊന്നും ഫോക്കസ് ചെയ്യാതെ വെറുതെ ഒരു ലാഘവത്തോടെ സ്വയം നിയന്ത്രണം ഇല്ലാതിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യാം. ആ വ്യക്തി ഫോക്കസ് ചെയ്ത് പ്രാർത്ഥനയോടെ അല്ലെങ്കിൽ മെഡിറ്റേഷനിലൂടെ സ്ഥിരം ഫോക്കസ് ചെയ്ത് ഒരു നിയന്ത്രിച്ച് അതിനെ ഡിസിപ്ലിൻ ചെയ്ത് അതിനെ പോസിറ്റീവായിട്ട് നിലനിർത്തി പോകുന്ന വ്യക്തിയാണെങ്കിൽ നോ നെഗറ്റീവ് എനർജി ക്യാൻ ഇൻഫ്ലുവൻസ് ദാറ്റ് പേഴ്സൺ. അതുപോലെ തന്നെ ആ ആള് ഇപ്പൊ നമ്മളൊരാൾ പ്രാർത്ഥിക്കുമ്പോഴും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. വി സെൻഡ് എ പോസിറ്റീവ് വൈബ്രേഷൻ, ബട്ട് ഇഫ് ദാറ്റ് പേഴ്സൺ ഫോർ ഹൂം നമ്മൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ ആള് നെഗറ്റീവായിട്ടുള്ള ചിന്തയിൽ അധപ്പതിച്ചിരിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥന അവിടെ ഏൽക്കില്ല. കാരണം നമ്മൾ എത്ര പോസിറ്റീവ് വൈബ്രേഷൻസ് ആ ആളുടെ നേർക്ക് വിട്ടാലും ആ ആളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ചിന്ത അതിനെല്ലാം നള്ളിഫൈ ചെയ്ത് ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ അത് നമ്മൾ പ്രാർത്ഥന തുടർന്നുകൊണ്ടിരുന്നാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സ്റ്റിമുലേഷൻ, ഒരു പോസിറ്റീവ് ചേഞ്ചിനെ ആളെ പ്രേരിപ്പിക്കാൻ സാധിച്ചിരുന്നില്ല സ്ലോലി. സോ ഇതെല്ലാം നമ്മൾ നമ്മുടെ ട്രസ്റ്റഡ് ആൻഡ് പ്രൂവൺ ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള പാരമ്പര്യത്തിൽ നമ്മൾ കാരണന്മാരും നമ്മൾ മറ്റുള്ളവരൊക്കെ പറഞ്ഞു വിശ്വസിക്കുന്നവരാണ്. പക്ഷേ ഇത് ആധുനിക യുഗത്തിലെ പലർക്കും പുതിയ തലമുറയിലെ അല്ലെങ്കിൽ പുതിയ ശാസ്ത്രവീക്ഷണം പഠിച്ചവർക്ക് ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അവരിതൊക്കെ അന്ധവിശ്വാസമായിട്ട് ഇപ്പൊ നമ്മളൊക്കെ നാട്ടിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങുമ്പോൾ കാരണന്മാരുടെ അനുഗ്രഹം വാങ്ങാറുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ നമുക്ക് വേണ്ടിയുള്ള നന്മയുള്ള ചിന്തകൾ നമ്മൾ റെസണേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കണേന്ന് പറയാറുണ്ട്. പക്ഷേ യൂറോപ്പിലും അമേരിക്കയിൽ നിന്നൊക്കെ പോയി പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും അതൊക്കെ അശാസ്ത്രീയമാണ്, അതൊക്കെ പഴഞ്ചനാണ്, അതൊക്കെ പരിഹാസ രൂപേണയൊക്കെ ഒരു കാലഘട്ടത്തുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അവരൊക്കെ മാറി തുടങ്ങി. ഇപ്പൊ അവരും നമ്മളെ പോലെ വരുന്നത്, നമ്മളാണ് അവരെ പോലെയായി മാറി നമ്മളുടെ നന്മയെ നമ്മൾ ഇല്ലാതാക്കുന്നത് ഇന്ന്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ശാസ്ത്രീയ വശങ്ങളാണ്. ഇനി മൂന്നാമത്തെ പോസിബിലിറ്റിയാണ് ബയോകെമിക്കൽ റിയാക്ഷൻസ്. ഇന്ന് ശാസ്ത്രീയമായിട്ട് ശാസ്ത്രലോകം പരിഗണിക്കുന്ന ഏക
തലം ഈ ഫിസിക്കൽ പ്ലെയിൻ ത്രൂ ബയോകെമിക്കൽ റിയാക്ഷൻസ് മാത്രമാണെന്നുള്ളതാണ് ഇന്നത്തെ ശാസ്ത്രത്തിൻ്റെ ജീവജാലങ്ങളെ കുറിച്ചുള്ള അല്ലെങ്കിൽ ജീവനുള്ള അവസ്ഥയെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ ഏറ്റവും വലിയ ബലഹീനത അല്ലെങ്കിൽ ലിമിറ്റേഷൻ. 2 വരുന്ന ഊർജ്ജതലത്തിലുള്ള ആ വ്യക്തിയുടെ ഉള്ളിൽ നിന്നും വെളിയിൽ നിന്നുമുള്ള ഇൻഫ്ലുവൻസിനെ ടോട്ടലായിട്ട് നെഗ്ലക്റ്റ് ചെയ്ത് ഒരു പരിഗണനയും കൊടുക്കാതെ ബയോകെമിസ്ട്രി വെച്ച് മാത്രം 1 മാത്രം വെച്ച് പഠിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് ക്യാൻസർ ഉൾപ്പെടെയുള്ള ഒത്തിരി രോഗങ്ങളെ ഭീകരരോഗമായിട്ട് പരിഗണിക്കുന്നതിനും ഒത്തിരി രോഗങ്ങൾക്ക് ഇഡിയോപ്പതി കോസസ് എന്ന് പറയുന്നതിനും കാരണം കണ്ടെത്താൻ പറ്റാത്തതിൻ്റെ ഒക്കെ കാരണം വളരെ ലളിതമാണ്. ഒത്തിരി രോഗങ്ങൾക്ക് മരുന്ന് പോലും ആവശ്യമില്ല. നമ്മുടെ ചിന്തയിലെ വ്യതിയാനം വരുത്തിയാൽ മാത്രം തന്നെ ഗ്രാജുവലായിട്ട് വ്യത്യാസം വരുന്നതേ ഉള്ളൂ. പക്ഷേ അങ്ങനെ നിസാരമായിട്ട് മാറ്റാൻ പറ്റുന്ന ഒത്തിരി രോഗങ്ങളെ നമ്മളതിൻ്റെ കറക്റ്റായിട്ടുള്ള കോസസ് ഐഡൻറ്റിഫൈ ചെയ്ത് കറക്റ്റ് ചെയ്യാതെ ശരീരത്തിന് ആഘാതം വരുത്തുന്ന കൂടുതൽ കെമിക്കലായിട്ടുള്ള ഡിസ്ട്രക്റ്റീവായിട്ടുള്ള മരുന്ന് ഉപയോഗിച്ച് വീണ്ടും കൂടുതൽ കോംപ്ലിക്കേഷനിലോട്ട് മാറ്റി നമ്മളെ ദുരിതപൂർണമാക്കുന്നു. അവസാനം ശാസ്ത്രീയമായ മെഡിസിന് ഒന്നും കണ്ടെത്താൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞ് ലോകത്ത് ഇന്ന് എന്താണ് അതിൻ്റെ ഒരു പേര് പറയുമല്ലോ, മേഴ്സി കില്ലിങ്, യുത്തനേഷ്യ എന്നൊക്കെ പറഞ്ഞ് കൊല്ലുക വരെ ചെയ്യുന്നുണ്ട്. നമ്മൾ പറയും എന്താണ് ഹാനിമാൻ ഹോമിയോപ്പതി കണ്ടുപിടിച്ചത് അന്നത്തെ കാലത്തുള്ള മെഡിസിൻ്റെ അശാസ്ത്രീയത കൊണ്ടാണ്, ഭീകരാവസ്ഥ കൊണ്ടാണെന്ന്. ഞാൻ പറയും ഇന്ന് നമ്മൾ മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നത് അതിലും ഭീകരമാണെന്നുള്ളതാണ്. സത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇന്നത്തെ മോഡേൺ മെഡിസിൻ, ഞാൻ മോഡേൺ മെഡിസിൻ വേണ്ട അല്ലെങ്കിൽ അലോപ്പതി ചികിത്സ വേണ്ട എന്നല്ല പറയുന്നത്. അലോപ്പതി ചികിത്സ നമുക്ക് ആക്സിഡന്റ് അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ കെയർ, ഒരു ക്രൈസിസ് ഓവർകം ചെയ്യുന്നതിന് വേണം. പക്ഷെ അത് ഒരു കോംപ്ലിമെന്ററി സപ്പോർട്ടീവ് റോളിൽ മാത്രമേ ആവശ്യമുള്ളൂ. അതിനെ ചില ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി മറ്റ് ചികിത്സകളെയൊക്കെ അടിച്ചമർത്തി അശാസ്ത്രീയമാണെന്ന് പ്രഖ്യാപിച്ച് അവർ പറയുന്നത് മാത്രമേ ശാസ്ത്രീയമാണെന്ന് ലോകത്തെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ കരാള ഹസ്തത്തിലും മറ്റെല്ലാത്തിനെയും ഞെക്കിക്കൂട്ടി അമർത്തി വെച്ച് അവര് വിജയലാളിതരായിട്ട് ലോകത്ത് ഞെളിഞ്ഞു നിൽക്കുവാണ്. കൂടുതൽ സഫറിങ്ങും കൂടുതൽ ദുരിതവും ലോകത്തിന് സമ്മാനിച്ചുകൊണ്ട്. ഈ സത്യം നമ്മൾ ലോകത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് നമ്മുടെ ധർമ്മമാണ്. അത് നമ്മൾ എപ്പോൾ വിജയിക്കുന്നോ അന്ന് ഹോമിയോപ്പതിക്കും മറ്റുള്ള ട്രഡീഷണൽ ആൻഡ് ഓൾട്ടർനേറ്റീവ് ഹോളിസ്റ്റിക് സിസ്റ്റംസ് ഓഫ് മെഡിസിന് ലോകത്ത് പ്രചാരമുണ്ടാകും. അന്ന് അതായിരിക്കും മെയിൻ സ്ട്രീം മെഡിസിൻ. അപ്പൊ ആ വലിയ സത്യവും അതിൻ്റെ പിന്നാലെയുള്ള വലിയ ഒരു വിസ്ഫോടനവുമാണ് വരാൻ പോകുന്ന ഒരു 50 വർഷം കൊണ്ട് ലോകത്ത് നടക്കേണ്ടത്. അതിന് നേതൃത്വം കൊടുക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഞാൻ ഈ പറയുന്ന ഈ ഒരു പ്രസന്റേഷൻ ഉൾപ്പെടെ ആ വലിയ വിസ്ഫോടനത്തിലോട്ട് നയിക്കാൻ വേണ്ടി ദൈവനിശ്ചയപ്രകാരമായിട്ട് എൻ്റെ മനസ്സിൽ ഞാനൊരു നിമിത്തം മാത്രമാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നതിനും അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതിനും. നമ്മളെല്ലാം ഇത് മനസ്സിലാക്കി, ഇതൊക്കെ സിമ്പിളായിട്ട് മനസ്സിലാകുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇത് ലോകത്ത് ഡോക്ടറെ 3 മിനിറ്റേ ഉള്ളൂ. ഓ, ഓക്കെ. അപ്പൊ ഞാൻ ഇതിന്റെ ഒരു ചെറിയ ഒരു പ്രാരംഭം ഡിലേ ഒരു പാർട്ട് കൂടെ വെക്കാമോ? ആയിക്കോട്ടെ, നോ പ്രോബ്ലം. ഞാൻ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഇത് കഴിഞ്ഞാല് ഡോക്ടറെ ഇതിന്റെ നാളെ ചെയ്താലോ? നാളെ ചെയ്യണമെങ്കിൽ ചെയ്യാം. നാളെ വ്യാഴാഴ്ചയല്ല, നാളെ ചെയ്യാം. അപ്പൊ ഒരു പണി ചെയ്യാം ഡോക്ടറെ. ഞാനിപ്പോ ഇത് കംപ്ലീറ്റ് ചെയ്യാം. എനിക്കൊരു 5 മിനിറ്റ്സോടെ തന്നാൽ ഞാനിത് കംപ്ലീറ്റ് ചെയ്യാം. അല്ല, അപ്പൊ ചർച്ചയൊക്കെ വേണ്ടേ? അപ്പൊ ചർച്ച നാളെ വെക്കാം. ശരി. അപ്പൊ ഞാനിത് കംപ്ലീറ്റ് ചെയ്യാം. ഇന്ന് ഒരു 5 മിനിറ്റോടെ എക്സ്ട്രാ തരിക. ഞാനിപ്പോ ഇത് കംപ്ലീറ്റ് ചെയ്യാന്നിട്ട് നാളെ നമുക്ക് ചർച്ചയും വെക്കാം. ഓക്കെ, കാരണം ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇതിന്റെ വളരെ പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ ഇനി വൈ മൈൻഡ് ഈസ് സുപ്പീരിയർ ഓർ ഇമ്പോർട്ടൻറ്റ് ഇൻ മെയിൻറ്റെയിനിങ് ഹെൽത്ത്. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന എല്ലാ റോങ് മ്യൂട്ടേഷൻസ് ക്യാൻ ബി കറക്റ്റഡ് ബൈ തോട്ട്സ് ഫ്രം എ പ്യുവർ, പീസ്ഫുൾ, ഹാപ്പി, കംഫർട്ടബിൾ ആൻഡ് നാച്ചുറലി പോസിറ്റീവ് മൈൻഡ്. അതുപോലെ തന്നെ നമ്മുടെ ആ നെഗറ്റിവിറ്റി ഐഡന്റിഫൈ ആൻഡ് റെക്ടിഫൈ, റിമൂവ് ചെയ്യുകയും കൂടെ ചെയ്യണം. അപ്പൊ ഇത് ഹനുമാൻ പറഞ്ഞിരിക്കുന്നതാണ്. ഹനുമാൻ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഫണ്ടമെന്റൽ കോസസ് ഷുഡ് ബി ഐഡന്റിഫൈഡ് ആൻഡ് റെക്ടിഫൈഡ് ബിഫോർ വി ഗീവ് അവർ മെഡിസിൻ.
അപ്പോൾ ഇതെല്ലാം ഹാനിമാൻ പറഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ ഒരു കുറച്ചുകൂടെ ഡെപ്ത് ആയിട്ടുള്ള മോഡേൺ സയൻസും കൂടെ ചേർത്തുള്ള അതിൻ്റെ പൂർണ്ണതയിലുള്ള ഒരു ശാസ്ത്രീയ വശം കൂടി മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇതെല്ലാം ഹനിമാൻ ഒരു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്, നമ്മുടെ ഓർഗനോണിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇനി ഞാൻ എൻ്റെ ക്യാൻസർ റിസർച്ചിൽ ഡെവലപ്പ് ചെയ്ത ഒരു ഇമ്പോർട്ടൻ്റ് ഒബ്സർവേഷനോടെ പറയാം. ഈച്ച് ക്യാൻസർ ഡെവലപ്പിംഗ് ഇൻ ഈച്ച് ഓർഗൻ ഈസ് developed by specific negative emotions originating or developed and maintained in our mind. ഇപ്പോൾ റൈറ്റ് ബ്രസ്റ്റിൽ ഒരു കാരണമുണ്ട്, ലെഫ്റ്റ് ബ്രസ്റ്റിൽ വേറെ കാരണമുണ്ട്, ലിവറിൽ ഒരു കാരണമുണ്ട്, യൂട്രസിൽ ഒരു കാരണമുണ്ട്, പ്രോസ്റ്റേറ്റിൽ ഒരു കാരണമുണ്ട്. ഈ കാരണങ്ങൾ സെയിം ആണെങ്കിലും ആ കാരണത്തിലോട്ട് നയിച്ചത് ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായിരിക്കും. അപ്പം നമ്മൾ ആ രോഗിയെ സഹായിക്കേണ്ടത് ആ രീതിയിലോട്ട് നയിച്ച ആ ഡെവലപ്മെന്റ് എന്താണെന്ന് തിരിച്ചറിയുകയും അത് ആ രോഗിയെയും കുടുംബത്തെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും കൂടെ ചെയ്യുക നമ്മുടെ മെഡിസിൻ കൊടുക്കുന്നതോടൊപ്പം. ദാറ്റ് ഈസ് ദ പെർഫെക്റ്റ് തിങ് നീഡഡ്. പിന്നെ എക്സ്ട്രീമായി കോംപ്ലിക്കേഷനായി മൾട്ടി സിസ്റ്റമിക് ഒക്കെ ആയി 4th സ്റ്റേജ് ആയി കഴിഞ്ഞാൽ ക്യാൻസർ ഒക്കെ റിവേഴ്സ് ചെയ്യുക എന്നുള്ളത് നോട്ട് ഈസി, വെരി ഡിഫിക്കൽട്ട്. അത് സത്യം തിരിച്ചറിയുക. അപ്പം അതുകൊണ്ട് അവസ്ഥയനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ വിശകലനം ചെയ്ത് പറയാൻ റെഡിയാകണം. പിന്നെ ഞാൻ നിങ്ങളെ ഒരു ടൈം മാഗസിൻ 2007 ടൈം മാഗസിനിലോട്ട് കൊണ്ടുവരുവാണ്. 2007 ടൈം മാഗസിൻ ഫീച്ചർ ചെയ്ത ഒരു ആർട്ടിക്കിളാണ് വൈ ബ്രസ്റ്റ് ക്യാൻസർ ഈസ് സ്പ്രെഡിങ് അറൗണ്ട് ദ വേൾഡ്. അപ്പൊ ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ബ്രസ്റ്റ് ക്യാൻസർ പ്രോമിനൻ്റ് ആയിട്ടുള്ള കൺട്രീസിനെയാണ് ഈ ചുവന്ന കളറിൽ ഈ മാപ്പിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ടൈം മാഗസിൻ പബ്ലിഷ് ചെയ്ത റിപ്പോർട്ടാണിത്. അവരുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണിത്. അവരുടെ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് തന്നെ നമുക്ക് കാണാൻ പറ്റും ഏറ്റവും ചുവന്നിരിക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ്. അതിനുശേഷം കാനഡ, ബ്രസീൽ, യൂറോപ്യൻ കൺട്രീസ്, ഓസ്ട്രേലിയ ആൻഡ് ന്യൂസിലൻഡ്. ഇതൊക്കെയാണ് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വെസ്റ്റേണൈസ് ചെയ്യപ്പെട്ട രാജ്യങ്ങൾ ആ കാലത്ത്. ഇന്ന് ലോകം മൊത്തം വെസ്റ്റേണൈസ്ഡ് ആണ്. നമ്മുടെ നാടുകളിലൊക്കെ നമ്മുടെ ഈ അവസ്ഥ. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ അന്ന് 2002 നടത്തിയ സ്റ്റഡിയുടെയാണ് 2007 പബ്ലിഷ് ചെയ്ത്. ക്യാൻസർ എന്ന് പറഞ്ഞൊക്കെ വളരെ വിരളമായിരുന്നു. പാകിസ്ഥാനിൽ കൂടുതലുണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ കുറവായിരുന്നു. പക്ഷെ ഇന്നതൊക്കെ മാറി. ഏഷ്യയിൽ പാകിസ്ഥാനിലും ഫിലിപ്പീൻസിലൊക്കെ ആയിരുന്നു കൂടുതലായിട്ടുള്ള, കാരണം അവരുടെ ഇൻഫ്ലുവൻസ് കൂടുതലായിരുന്നു. പക്ഷെ ചുവന്നിട്ടില്ലായിരുന്നു. പക്ഷെ ഇന്ന് ഇതൊക്കെ മാറിയ അവസ്ഥയിലാണ് ഇന്നുള്ളത്. അപ്പോൾ ഇതതിൻ്റെ ഒരു ചെറിയ സ്റ്റാറ്റിസ്റ്റിക്സ് ടൈം മാഗസിനിൽ നിന്നുള്ളതാണ്. ഇനി വേറൊരു സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. ഇത് അതുപോലെ തന്നെ ഈ ക്യാൻസർ ഇൻസിഡൻസ് ആണ്. അതായത് 2002 1,00,000 ആൾക്കാരെ എടുത്താൽ 100 സ്ത്രീകളിൽ ബ്രസ്റ്റ് ക്യാൻസർ US-ലും കാനഡയിലും ഉണ്ടായിരുന്നു അവരുടെ തന്നെ സ്റ്റഡിയിൽ കാണിക്കുന്നു. ടെസ്റ്റഡ് ആൻഡ് പ്രൂവൺ ആയിട്ടുള്ള ട്രഡീഷണൽ വാല്യൂസ് ഉള്ള ഭൂമധ്യരേഖയ്ക്ക് അടുത്തുള്ള ഏഷ്യൻ, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഈ ക്യാൻസറിന്റെ ഇൻസിഡൻസ് വളരെ കുറവാണ്. അപ്പൊ ഇത് ഒക്കെ നമ്മൾ തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യങ്ങളാണ്. അപ്പോൾ പരമ്പരാഗതമായിട്ട് ട്രസ്റ്റഡ് ആൻഡ് പ്രൂവൺ ആയിട്ടുള്ള ട്രഡീഷൻസും വാല്യൂസും ഒക്കെ ഉണ്ടായിരുന്ന രാജ്യങ്ങളിൽ ബ്രസ്റ്റ് ക്യാൻസർ കുറവാണ്. ഇന്നത്തെ അമേരിക്ക എന്ന് പറയുന്നത് വെറും ഒരു 300, 400, 500 വർഷത്തിൽ താഴെ മാത്രം പഴക്കമുള്ള ഒരു സംസ്കാരമാണ്. ഇന്ന് നമ്മുടെ സംസ്കാരം നമുക്ക് തന്നെ അറിഞ്ഞുകൂടാ എത്ര കോടി അല്ലെങ്കിൽ എത്ര വർഷങ്ങളുടെ പഴക്കമുണ്ടെന്ന്. അപ്പം നമുക്ക് ഈ ഭൂമധ്യരേഖയ്ക്ക് അടുത്തുള്ള രാജ്യങ്ങളുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഊഷ്മാവ് മനുഷ്യന്റെ നോർമൽ ടെമ്പറേച്ചറിന് ഈക്വലന്റ് ആയതുകൊണ്ട് ഈ നമ്മുടെ പൂർവികർക്ക് ഈ ഭൂപ്രദേശത്ത് കോടിക്കണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് നിരന്തരമായി താമസിക്കുന്നതിനും അനുഭവങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ടെസ്റ്റഡ് ആൻഡ് പ്രൂവൺ ആയിട്ടുള്ള ട്രഡീഷൻസ് ആൻഡ് വാല്യൂസ് ഡെവലപ്പ് ചെയ്യുന്നതിന് സാധിച്ചിരുന്നു. അതിൻ്റെ അകത്ത് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 100% കറക്റ്റ് ആണെന്നല്ല പറയുന്നത്. മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്. അതിനെ കാലകാലങ്ങളായിട്ട് കറക്റ്റ് ചെയ്ത് നമ്മൾ പോന്നുകൊണ്ടിരുന്നത്. അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ലോകത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ലോകത്തും ഉള്ള കറക്ഷൻ നടത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അപ്പോൾ ഇത് തിരിച്ചറിയുക. ഇനി വൈ ആൻഡ് ഹൗ ഡിസീസസ് ഓഫ് ഫീമെയിൽ സ്പെസിഫിക് ഓർഗൻസ് ഡെവലപ്പ്. അപ്പൊ അവിടെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ചില മൂല്യച്യുതികളുടെ കാര്യത്തിലോട്ട് എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാനുള്ളത്. ഇന്ന് നമ്മളെ നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുറെ ഫിലോസഫിക്കൽ തോട്ട് പ്രോസസ് ഉണ്ട്. ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജെൻഡർ ഈക്വാലിറ്റി, ആണും പെണ്ണും തുല്യരാണെന്നുള്ള വലിയൊരു
ഒരു ഫിലോസഫി വഴിയാണ് ലോകത്തുള്ള സർവ്വ കാര്യങ്ങളും ഇന്ന് നടക്കുന്നത്. യുണൈറ്റഡ് നേഷൻസ് വഴി, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വഴി നമ്മുടെ കരിക്കുലത്തിലൊക്കെ കൊണ്ടുവന്ന് ലോകം മൊത്തം പഠിപ്പിക്കുകയാണ്. പക്ഷെ അവരിതിക്ക് മുമ്പ് പഠിപ്പിക്കുന്നതും ഇന്ന് പഠിക്കുന്നതും ഒക്കെ അതിൻ്റെ അകത്തുള്ള ചില അസ്വാഭാവികതകൾ നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. ആണും പെണ്ണുമാണ്, വ്യത്യസ്തമായ ധർമ്മങ്ങളും വ്യത്യസ്തമായ രീതിശാസ്ത്രങ്ങളും ജീവിത ധർമ്മങ്ങളും പൂർത്തീകരിക്കാൻ വേണ്ടി വ്യത്യസ്തരായിട്ട് രൂപകൽപ്പന ചെയ്യപ്പെട്ടുള്ളവരാണ് ആണും പെണ്ണും. ഇപ്പൊ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ ഇതുവരെ പഠിച്ചതിൽ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും, men and women are different genetically, physically, physiologically, biologically and psychologically. ആണിനെ നിയന്ത്രിക്കുന്നത് XY ക്രോമസോമുകളും സ്ത്രീകളെ നിയന്ത്രിക്കുന്നത് XX ക്രോമസോമുകളുമാണ്. അതുപോലെ തന്നെ ഫിസിക്കലി നമുക്ക് ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസം, സെക്സ് ഓർഗൻസ് വ്യത്യാസമുണ്ട്, ബോഡി സ്ട്രക്ചർ വ്യത്യാസമുണ്ട്, ഹെയർ ഡിസ്ട്രിബ്യൂഷൻ വ്യത്യാസമുണ്ട്, ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഫിസിയോളജിക്കലി ഉള്ള ഡിഫറൻസ് ഇന്ന് നമുക്ക് ശാസ്ത്രീയമായിട്ട് അറിയാം. ഒരു പുരുഷനെ നിയന്ത്രിക്കുന്ന മെയിൽ സെക്സ് ഹോർമോൺ എന്ന് പറഞ്ഞ ഏക ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ ആണ്. വേറെ ഒരു സ്ത്രീയെ നിയന്ത്രിക്കുന്ന ഫീമെയിൽ സെക്സ് ഹോർമോൺസ് എന്ന് പറയുന്ന 2 ഹോർമോൺസ് ഉണ്ട്, ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ ഉണ്ട്. ഈ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും എവരി മന്ത് ഓവുലേഷനും മെൻസ്ട്രുവേഷനും വരുന്നതനുസരിച്ച് അതിൻ്റെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരുന്നുണ്ട്. ആ ക്വാണ്ടിറ്റിയിൽ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും മാറുന്നതനുസരിച്ച് ഒരു സ്ത്രീയുടെ വൈകാരിക തലങ്ങൾ മാറുന്നതിനുള്ള സാധ്യതയുണ്ട്. ദ വുമൺ ആർ ബിക്കമിങ് മോർ ഇമോഷണൽ ആൻഡ് ബോത്ത് ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ മേക്സ് ദ ബോഡി ഓഫ് എ വുമൺ physically different also than a man due to testosterone. Testosterone makes the body of a man firm and strong, whereas both estrogen and progesterone makes the body of a woman soft, smooth, flexible and tender. അപ്പോൾ അത് എന്തുകൊണ്ടാണ്? സ്ത്രീയുടെ ബയോളജിക്കൽ മെഷീൻ ഈസ് ഡിഫറെന്റ് ഫ്രം ദാറ്റ് ഓഫ് എ മാൻ. ഒരു സ്ത്രീയുടെ ബയോളജിക്കൽ പ്രധാനപ്പെട്ട ബയോളജിക്കൽ മെഷീൻ ദാറ്റ് മേക്സ് എ വുമൺ ഗ്രേറ്റർ and different from man is pregnancy, childbirth and lactation. ആണിനും പെണ്ണിനും ഈ ഭൂലോകത്തോട്ട് കടന്നു വരണമെങ്കിൽ അമ്മയാകാൻ തയ്യാറായിട്ടുള്ള ഒരു സ്ത്രീയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇന്ന് നമുക്ക് സമൂഹത്തിൽ നോക്കുമ്പോൾ സ്ത്രീക്കെതിരെയുള്ള അതിക്രമങ്ങൾ കൂടുന്നുണ്ട്. കാരണം ആ മാതൃത്വത്തെ ബഹുമാനിക്കുന്ന സ്ത്രീയുടെ മഹാത്മ്യം എന്ന് പറയുന്നത് ആ മാതൃത്വമാണ്. ആ മാതൃത്വത്തെ ഇന്ന് ചവിറ്റുകൊട്ടയിലിട്ട് സ്ത്രീയുടെ ഏറ്റവും വലിയ മഹത്വത്തെ ഏറ്റവും നിസാരവൽക്കരിച്ച് അല്ലെങ്കിൽ അതിനെ കളിയാക്കി സ്ത്രീയുടെ ധർമ്മത്തെ സമൂഹത്തിൻ്റെ മുന്നിൽ ഇല്ലാതാക്കി സ്ത്രീയോടുള്ള സ്നേഹവും ബഹുമാനവും ഇല്ലാതാക്കുന്ന ഒരവസ്ഥയിലോട്ട് സമൂഹം മാറിയതിൻ്റെ കാരണമാണോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. അപ്പൊ അതുകൊണ്ട് സ്ത്രീയുടെ മാഹാത്മ്യം സമൂഹം തിരസ്കരിച്ചിരിക്കുന്നു. പലപ്പോഴും മൾട്ടിനാഷണൽ കമ്പനീസിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അവരുടെ ജോലിക്കാരാക്കാൻ വേണ്ടിയിട്ടും അവരുടെ സാമ്പത്തിക ലാഭങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് സ്ത്രീയെ നമ്മൾ മോഡിഫൈ ചെയ്ത് റീസ്ട്രക്ചർ ചെയ്ത് അവരുടെ മനസ്സിൻ്റെ ചിന്തകളെയും കൺസെപ്റ്റ് ആൻഡ് ആറ്റിറ്റ്യൂഡിനെയും ഒക്കെ റീസ്ട്രക്ചർ ചെയ്ത് അൺനാച്ചുറലാക്കി മാറ്റി, അൺഹെൽത്തി ആക്കി മാറ്റിയിട്ടുണ്ടോ എന്ന് നമ്മൾ സ്വയം ചിന്തിച്ചു നോക്കുക. ഈ ജെൻഡർ ഈക്വാലിറ്റി എന്നൊക്കെ പറയുന്ന അതുപോലെയുള്ള താല്പര്യങ്ങളിലൂടെ വെളി വന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള വലിയൊരു ഇൻസൈറ്റിലോട്ട് വരുന്നത്. ദ ബയോളജിക്കൽ മിഷൻ ഓഫ് വുമൺഹുഡ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 7 മിനിറ്റ് അധികമായില്ലേ? നമുക്ക് ഇവിടെ വെച്ച് നിർത്തിയിട്ട് നാളെ മുതൽ ഇവിടെ ഇതൊരു മെയിൻ ടോപ്പിക് അല്ലേ? അപ്പൊ ഇത് കുറച്ചുകൂടി പറയാം. യെസ് നാളെ മുതൽ ഇവിടെ നിന്ന് തുടങ്ങാം. ഓക്കെ ഷാജി കുടിയേറ്റ ഡോക്ടർ, ഇന്നത്തെ ക്ലാസ് ഒരു വ്യത്യസ്തമായ ക്ലാസ്സാണ്. വ്യത്യസ്തമായ കാഴ്ചപ്പാടിനെ കുറിച്ചാണ് ഡോക്ടർ ഇന്ന് ക്ലാസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആരോഗ്യമുള്ള ആധുനിക തലമുറയ്ക്ക് മാതൃത്വത്തിന്റെ പ്രാധാന്യം എന്നുള്ള വിഷയത്തിനെ കുറിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ്. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ചിലപ്പം പ്രതീക്ഷിക്കാം നാളെ ചർച്ചയ്ക്ക്. തീർച്ചയായിട്ടും അത് വരണം. കാരണം ഇത് ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്.
അപ്പൊ ആ ക്രിട്ടിക്കൽ ആയിട്ടുള്ള സബ്ജക്റ്റ് നമ്മൾ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. കാരണം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് ഇന്നത്തെ കാലഘട്ടം ഇന്നത്തെ ലോകത്തെ നയിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഇന്നത്തെ ലോകത്ത് നമുക്ക് ഒത്തിരി സ്ത്രീകൾക്ക് നേരെയുള്ള അല്ലെങ്കിൽ സ്ത്രീകളിലുള്ള രോഗങ്ങൾക്ക് ബ്രസ്റ്റ് യൂട്രസ് ആൻഡ് ഓവേറിയൻ ക്യാൻസേഴ്സ്, അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സ് ഡെവലപ്മെന്റ്, കുടുംബങ്ങളുടെ പോരായികൾ, നോർമലായിട്ട് നമ്മുടെ വീട്ടിൽ പ്രസവിച്ചുകൊണ്ടിരുന്ന സ്ത്രീകൾക്ക് നോർമലായിട്ട് പ്രസവിക്കാൻ പറ്റാതെ വന്നിരിക്കുന്ന അവസ്ഥ, എക്ടോപിക് പ്രഗ്നൻസീസ്, ക്യാൻസറിന്റെ ആധിക്യം, നമ്മുടെ കുടുംബങ്ങളുടെ പരാജയങ്ങള്, ഒത്തിരി കാരണങ്ങളുണ്ട്. അപ്പൊ ഓക്കെ. അപ്പൊ ഇതെല്ലാം സമൂഹം ചർച്ച ഇതെല്ലാം ചെയ്യപ്പെടേണ്ടതാണ്. Yes. തീർച്ചയായിട്ടും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങളൊക്കെ നാളെ നമുക്ക് ചർച്ച ചെയ്യാം. ഇന്ന് ഒത്തിരി വൈകി, അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഷാജി കുടിയേറ്റ ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് വേണ്ടി ഞാൻ ഡോക്ടറല്ല വേലപ്പൻപിള്ള സാറിനെ ക്ഷണിക്കും. ഓ, അൺമ്യൂട്ട്. സാറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. Okay. Thank you, doctor, for giving me the chance to give also thanks. ഇന്നത്തെ ക്ലാസ് വളരെയധികം വ്യത്യസ്തമാണ്. ഇത് വളരെ അഡ്വാൻസ്ഡ് സയൻസ് ആണ് സാറ് പറഞ്ഞത്. സാർ എപ്പോഴും സാറ് പറയാറുണ്ട് പറയാനുള്ള സബ്ജക്റ്റാണ്. ഇന്നത്തെ നമ്മുടെ ആത്മാവിനെ പറ്റിയും മറ്റും നമ്മുടെ പുരാണത്തിലുള്ള കാര്യങ്ങളെ പറ്റി പറഞ്ഞു വളരെ അഡ്വാൻസ്ഡ് ആണ്. ഡൈനമിക് സയൻസ് സാറൊക്കെ പറയാറുണ്ട്. ഇന്ന് വളരെ പ്രത്യേകിച്ചാണ് സാർ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് സംശയമുണ്ട്. കുറച്ച് ഡെപ്ത് ആയിട്ടുള്ളതാണ്. അത് എനിക്ക് എൻ്റെ അഭിപ്രായം സാറ് ഈ ക്ലാസ് എടുക്കുമ്പോൾ വളരെ സ്ലോ ആയിട്ട് പോയാൽ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് തോന്നുന്നു. സാറ് വളരെ സ്പീഡിലാണ് പോയത്. സാറിൻ്റെ അത്രയും സ്റ്റാൻഡേർഡ് എല്ലാവർക്കും ഉള്ള സംശയമാണ്. അതുകൊണ്ട് ഇനി ക്ലാസ് എടുക്കുമ്പോൾ കുറച്ച് സ്ലോയിൽ പോയാൽ സാർക്ക് മനസ്സിലാവും. വളരെയധികം എല്ലാവരും ഈ ഒരു വിഷയം, ഈ സാറിൻ്റെ ഈ സബ്ജക്റ്റ് എല്ലാവരും കേൾക്കണമെന്ന് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഇതിന് കൂടുതൽ പബ്ലിസിറ്റി കൊടുക്കണം. അത് എല്ലാവരും, ഡോക്ടേഴ്സ് മാത്രമല്ല, എല്ലാവരും കേൾക്കണമെന്ന് എൻ്റെ അഭിപ്രായം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഡോക്ടർ. നന്ദി വേലപ്പൻപിള്ള സാറേ. അപ്പൊ നമ്മുടെ സമയം ഓക്കെ. നന്ദി വേലപ്പൻപിള്ള സാർ. അപ്പോൾ ഇന്നത്തെ 1479 ദിവസത്തെ പ്രതിദിന വെബിനാർ ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായി. ഷാജി കുടിയേറ്റ ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും ഇന്ന് സൂം പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് ഇന്നത്തെ മലയാളം സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ഗുഡ് നൈറ്റ് എല്ലാവർക്കും. ഡോക്ടറാണ് ഹോസ്റ്റ്. എൻഡ് ചെയ്യണേ ഷാജി കുടിയേറ്റ ഡോക്ടറെ. ഓ ശരി. ഓക്കെ, താങ്ക് യു.